മൈക്കൊന്ന് ഓൺ ചെയ്തോളൂ വേണമെങ്കിൽ. എർത്തടിക്കണ്ടോ? കുറച്ച് നേരത്തേക്ക് ഇതിൻ്റെ ഭാരവാഹികളും അതിൻ്റെ അധികാരികളൊക്കെ ഒന്ന് വന്നിരിക്കുക. നമുക്കൊന്ന് തുടങ്ങാം. ഇടയ്ക്കൊന്ന് എഴുന്നേറ്റ് പോയത് ആരെയും അപമാനിച്ചതല്ല, ഭക്ഷണം കഴിച്ചില്ലായിരുന്നു. അപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ നിങ്ങളെയൊക്കെ ഇരുത്തിയിട്ട് ഞങ്ങൾ എഴുന്നേറ്റ് പോയത് നിങ്ങൾക്കൊരു അപമാനമായിട്ട് തോന്നണ്ട. നമുക്കൊന്ന് ആരംഭിച്ചാലോ? അനുവാദം കിട്ടിയാലോ ആരംഭിക്കാം. ഭാരവാഹികളെ ആരെയും കണ്ടുമില്ല. എന്നാ ആരംഭിക്കട്ടെ. നോക്കാം. ഹരിശ്രീ ഗണപതയെ നമഃ. സ്വസ്തിശ്രീ കൊല്ലവർഷം 1199 ആണ്ട് മകരമാസം 17-ാം തീയതി ബുധനാഴ്ച 2024 ജനുവരി 31 ബുധനാഴ്ച കാർത്തികപ്പള്ളി താലൂക്കിൽ ഹരിപ്പാട് ദേശത്ത് ഇടവമാസത്തിലെ അനിഴ നക്ഷത്രം പ്രതിഷ്ഠാ ദിവസമായിട്ട് ആചരിക്കപ്പെട്ട നിത്യസാന്നിധ്യമുള്ളതായ ഹരിപ്പാട് ശ്രീ സുബ്രഹ്മണ്യ സ്വാമിയുടെയും ബന്ധപ്പെട്ട സാന്നിധ്യങ്ങളുടെയും ത്രൈകാലികാഖില ഗുണദോഷ പരിജ്ഞാനാർത്ഥം പ്രാർത്ഥിച്ചു വച്ച അഷ്ടമംഗല പ്രശ്നം. കന്യക്കൂറിൽ മീനൻ രാശി ഉദയസമയത്ത് സിംഹൻ രാശി സ്വർണ്ണാരൂഢം. സ്വർണം പുഷ്പാക്ഷത ഉപരിഭാഗെ സാമാന്യേന തിര്യക് രൂപേണ കാണുന്ന ഭാഗം മലർന്ന് സ്വർണാംശകം കന്നി. സമയം 10:55. ഉദയാദി ദിനകഥം 10 നാഴിക 14 വിനാഴിക. ശരമെടുത്ത് ദൂതനെ പശ്ചിമാപസൃതി. ദൂതസ്പർശം വലതു കൈകൊണ്ട് ഇടത് കൈത്തണ്ടയിൽ പിടിച്ചു. അഷ്ടമംഗല സംഖ്യ 5, 7, 8. പ്രഥമാനീതം കദളിപ്പഴം. ദീപം വിളക്ക് വച്ച് എണ്ണയൊഴിച്ച് കിഴക്ക് ആദിയായി ഈ 2 വീതം തിരിയിട്ട് കിഴക്ക് തെക്ക് കിഴക്ക് പടിഞ്ഞാറ് തെക്ക് ഇങ്ങനെ ക്രമത്തിൽ കത്തിക്കുകയാണ്. തെക്കേക്കിരി കത്തിച്ചത് കിഴക്കേ ജ്വാലയിൽ നിന്ന് പകർന്ന് കത്തിക്കുകയായിരുന്നു. തത്സമയം വർത്തിയാറ്, ജ്വാല 3, സ്നേഹം മധ്യമാണ്, ചഞ്ചലശിഖ. ചക്രലേഖനം കിഴക്കേ രേഖാപൂർവം മീനൻ രാശി മുതൽ പ്രദക്ഷിണമായി ധനുരാശി വരെയും, ശേഷം വടക്കേ രേഖ അപ്രദക്ഷിണമായി മീനം മുതൽ ധനുരാശി വരെ വരച്ചു. അനുലോമ വിലോമമുണ്ട്, രേഖാഛേദമുണ്ട്, സൂക്ഷ്മരേഖയാണ്. താമ്പൂല സംഖ്യ 72. താമ്പൂല ഗ്രഹം ശനി. താമ്പൂലാരൂഢം കുംഭൻ രാശി. അല്ല ഒന്ന് തുടങ്ങിക്കോട്ടെ. ഒരു അഷ്ടമംഗല പ്രശ്നം ആരംഭിക്കുന്നത് പ്രച്ഛ മുതലാണ്. പ്രഥമ നിവേദനം പ്രച്ഛ. ദൈവത്തിൻ്റെ ബലാത്കാരനുള്ള പ്രേരണയ്ക്ക് വശമതരായിട്ട് ദൂതന്മാർ അഥവാ ഭ്രഷ്ടാക്കന്മാർ ഒരു ദൈവത്തിൻ്റെ അടുത്ത് ചെന്ന് അഷ്ടമംഗല പ്രശ്നത്തിൻ്റെ ആവശ്യം ഉന്നയിക്കുന്ന സമയത്താണ് ഇവിടുത്തെ അഷ്ടമംഗല പ്രശ്നം ആരംഭിക്കുന്നത്. അതാണല്ലോ സംപ്രേര്യമാണസ്തു അവശരീതി പ്രസഹ്യ ദൈവേന ശുഭാശുഭേന ജ്യോതിർവിധ സന്നിധിവേദി അസ്മാൻ പ്രശ്നം. സംപ്രേര്യമാണസ്തു അവശരീതി, അവശനായ ശരീരി. എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നിശ്ചയമില്ലാത്ത ഒരു വ്യക്തി. സംപ്രേര്യമാണഹ, നിയുജ്യമാണഹ, പ്രേരിപ്പിക്കപ്പെട്ടിട്ട്. പ്രസഖ്യ ദൈവേന ശുഭാശുവേന, ദൈവത്തിൻ്റെയുള്ള ബലാത്കാരനുള്ള പ്രേരണയ്ക്ക് വശംവദനായിട്ട്. ഇവിടെ ദൈവം എന്ന് പറയുന്നത് ദൈവം ദൃഷ്ടം ഭാഗതയും വിധി നിയതി എന്നൊക്കെ അർത്ഥം പറയുന്നുണ്ട്. ഈശ്വരേണ എന്ന് മറ്റൊരിടത്തും അർത്ഥം പറഞ്ഞിട്ടുണ്ട്. അശക്താനാം ദുശക്താനാം വൈരൂപ്യം ശരണേഷിനാം അസ്തുതേ പരിഹർത്തം യ സർവേശ്വരീരിത.
അശക്തന്മാരായവർക്കും ശക്തന്മാരായവർക്കും, അത് ധനവാന്മാരാവട്ടെ ദരിദ്രരാകട്ടെ, അത് സ്ത്രീയാകട്ടെ പുരുഷനാകട്ടെ ബാലനാകട്ടെ കുമാരനാകട്ടെ വൃദ്ധനാകട്ടെ, ആരും ആയിക്കൊള്ളട്ടെ, ശരണേഷിണാം, തന്നെ ആശ്രയിച്ചു വരുന്ന വ്യക്തികളുടെ ദുഃഖങ്ങളും ക്ലേശങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അസ്മിതയെ പരിഹർത്തും, ക്ഷണനേരം കൊണ്ട് പരിഹരിക്കാൻ ശക്തമായ ശക്തിവിശേഷത്തെയാണ് ഈശ്വരൻ എന്ന് വിളിക്കുന്നത്, അല്ലേ? അങ്ങനെയുള്ള ഈശ്വരന്റെ പ്രേരണ ഹേതുവായിട്ട് വേറെ നിർവചനങ്ങളുണ്ട്. ആയിക്കോട്ടെ. അപ്പോൾ അങ്ങനെയുള്ള ഈശ്വരന്റെ പ്രേരണ ഹേതുവായിട്ട് ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമിയുടെ ദൂതന്മാര് എന്റെ ഗൃഹത്തിൽ വന്ന് അഷ്ടമംഗല പ്രശ്നത്തിന് ക്ഷണിച്ച സമയത്തിന്റെ ഗുണദോഷ നിരൂപണങ്ങളിലാണ് അഷ്ടമംഗല പ്രശ്നം ആരംഭിക്കുന്നത്. അതാണല്ലോ ബുദ്ധ്വാശാസ്ത്ര വിധാന്യായം ബലാബല വിധാനത യഥോക്തം ജാതകം സർവം തത്തൽ പ്രക്ഷേപി ചിന്തയൽ ജന്മലഗ്നതയാ പ്രശ്നലഗ്നം സങ്കല്പ പണ്ഡിത ജാതകേ യജ്ഞദൃഷ്ടം തത്തൽ പ്രക്ഷേപി ചിന്തയൽ എന്നാണല്ലോ ആചാര്യം പറഞ്ഞേക്കണേ. അപ്പൊ ഇവിടുന്ന് പോകുന്ന ദൂതന്മാരും ദൈവജ്ഞനും തമ്മിൽ കണ്ടുമുട്ടി അഷ്ടമംഗല പ്രശ്നം ഏൽപ്പിക്കുന്ന സമയത്ത് ഒരു ശിശു ജനിച്ചാൽ ആ കുട്ടിയുടെ ജാതകം ചിന്തിക്കണ എങ്ങനെയാണോ അതുപോലെ സമൃദ്ധമാണ് ആ പ്രശ്നത്തിന് ക്ഷണിച്ച സമയത്തിന്റെ ബാക്കിയുള്ള ഗുണദോഷങ്ങൾ. അതെ. അപ്പൊ അവിടെ സാമാന്യന നിർഗുണ സഗുണശ്ചേതി ഈശ്വരന്റെ ഒരു ഇതാണ്. നിർഗുണ സഗുണശ്ചേതി ശിവോജ്ഞേയ സനാതന നിർഗുണ പ്രകൃതിരന്യ സഗുണ സകളസ്മൃത. ഈ സനാതന ധർമ്മത്തിൽ നിർഗുണനെന്നും സഗുണനെന്നും പറയുന്ന രണ്ടു വിധത്തിലാണ് ഈശ്വര സങ്കല്പങ്ങൾ. അതില് നിർഗുണനും നിരാകാരനുമായ ഈശ്വരനെ താന്ത്രിക വിധാന പ്രകാരം ക്ഷേത്രത്തിൽ കുടിയിരുത്തുന്നത് സഗുണ സാകാര രൂപത്തിലാണ്. സഗുണ സാകാര രൂപം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ദേവന് ആ ദേവിക്ക് ഒരു രൂപം നിശ്ചയിച്ച് ആ ദേവന്റെ ഇഷ്ടാനിഷ്ടങ്ങളും ഗുണദോഷങ്ങളും ഇന്നതാണെന്ന് നിശ്ചയിച്ച് ആ ദേവന് എത്ര കൈകൾ വേണം, വേണം, അതിലെന്തൊക്കെ വേണമെന്നൊക്കെ നിശ്ചയിച്ച് അതുപ്രകാരമുള്ള ഉത്സവങ്ങളും പടിത്തരങ്ങളും നിയമങ്ങളും ആ ദേവതയ്ക്ക് വേണ്ടി നിശ്ചയിച്ച് അപ്രകാരം ആ ദേവതയ്ക്ക് ഉത്സവങ്ങളും പൂജകളും നേദ്യങ്ങളും ഒക്കെ ചെയ്തു വരുമ്പോൾ ആ ദേവന് നമ്മളെ പ്രതി അനുഗ്രഹം ഉണ്ടാവും. അങ്ങനെയാണല്ലോ. അതിന് നിരാകാരം പരമാത്മനം, സാധാരണ നിർഗുണോപാസന സമ്പ്രദായം നിരാകാരം പരമാത്മനം വിഗ്രഹബന്ധം പരികല്പ്യ മന്ത്രാങ്കാന്യാസാധന യാ ഭഗവത് മന്ത്രസേവാവൃത്യാദിന ക്രിയതേ സാ സ്ഥൂലോപാസന വിദ്യതേ. അപ്പൊ സ്ഥൂലോപാസന വിദ്യയിൽ നിർഗുണനും നിരാകാരനും ശരീരരഹിതനുമായ ഈശ്വരനെ സഗുണ സാകാര രൂപത്തിലിരുത്തി മന്ത്രങ്ങളെ കൊണ്ടും അംഗന്യാസാദികളെ കൊണ്ടും സാന്നിധ്യപ്പെടുത്തി ആരാധിച്ചു വരുന്ന സ്ഥൂലോപാസനയിൽ ഒരു മനുഷ്യനുണ്ടാകുന്ന വികാരവിചാരങ്ങളും സുഖവും ദുഃഖവും ക്ലേശവും വിശപ്പും ദാഹവും ചൂടും തണുപ്പും ഒക്കെ ആ ദേവന് ബാധകമാണ്. ആയതുകൊണ്ടാണ് മേശാന്തി രാവിലെ മണിയടിച്ച് നട തുറന്ന് വിളക്ക് കത്തിച്ച് നിർമാല്യം വാരി കുളിപ്പിച്ച് അവിടെ വിധിപ്രകാരമുള്ള മറ്റ് അഭിഷേകാദികളൊക്കെ ചെയ്ത് മാലയർത്തി ചന്ദനം തൊടിയിച്ച് ആ ദേവന് വേണ്ടിയിട്ടുള്ള ത്രിമധുരാദികൾ മുതലായതൊക്കെ ചെയ്തു വരുമ്പോൾ ആ ദേവന് ആ മനുഷ്യന്റെ സ്വഭാവത്തിലാണ് കൽപ്പിക്കപ്പെടുന്നത്. അത് സാമാന്യേന നമ്മളിപ്പോൾ നമ്മുടെ വീട്ടിൽ ഒരു അതിഥി വന്നാൽ എങ്ങനെയാണോ നമ്മൾ പരിചരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഒരു കുട്ടിയെ എങ്ങനെയാണോ പരിചരിക്കുന്നത്, ആ സങ്കല്പത്തിലാണ്. അപ്പൊ അതിന് തന്ത്രശാസ്ത്രത്തിൽ എന്താ? സർവമന്ത്രാദി സംയുക്തോ ലോകാനുഗ്രഹകാമിയ അത്രലിംഗേ മഹാദേവ സന്നിധോ ഭവ സർവദാ. തന്ത്രശാസ്ത്രം പറയുന്നു ദേവരൂപം പ്രചായതി. അതെ. അപ്പോ സർവമന്ത്രാദി സംയുക്തോ, സർവമന്ത്ര സംയുക്തനായിക്കൊണ്ടും ലോകാനുഗ്രഹത്തിനായിക്കൊണ്ടും ഈ ഭൂമിയിൽ സർവദാ ഈ ലിംഗത്തിൽ സാന്നിധ്യപ്പെടണം എന്നാണ് തന്ത്രശാസ്ത്രം പറയുന്നത്. എന്നിട്ട് പറഞ്ഞു യാവശ്ചന്ദ്രസ്യ സൂര്യസ്യ യാവത്തിഷ്ഠതി മേദിനി താവത്തോ യാത്ര ലോകേശ സാധകം വിഭോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ സൂര്യേന്ദ്രന്മാരുള്ളിടത്തോളം കാലം ഭൂമിയിൽ നിലനിൽക്കാനായി ഞാൻ അങ്ങേ കുടിയിരുത്തുന്നു എന്ന ഒരു സങ്കല്പത്തിലാണ് താന്ത്രികം. എന്നിട്ട് വീണ്ടും താന്ത്രികം പറഞ്ഞു ലോകാനുഗ്രഹ ഹേത്വർത്ഥം ശരീഭവ സുഖായന സാന്നിധ്യം തഥാദേവ പ്രത്യേകം പരിവർത്തയ മാഭൂൽ പ്രജാവിരോധോത്ര യജമാന സമൃദ്ധ്യതാം സ ഭൂപാലം തഥാരാഷ്ട്രം സർവോപദ്രവവർജിതം ക്ഷേമേണ മൃത്യുമതിരം സുഖമക്ഷേമത്തിനും അശ്രുതാം പൂജാഗ്രഹാണ് സദാ മാമുഖ നമസ്തുതേ. ലോകജനങ്ങളെ മുഴുവൻ അനുഗ്രഹിക്കാനായിക്കൊണ്ട്
സ്ഥിരമായ ഈ ബിംബോപാധിയിൽ കുടികൊണ്ട് സാന്നിധ്യം പ്രതിദിനം വർദ്ധിപ്പിച്ച് പ്രജാവിരോധങ്ങളില്ലാതെ രാജ്യത്തിനും രാജാവിനും ഉണ്ടാകുന്ന എല്ലാ ഉപദ്രവങ്ങളിൽ നിന്ന് സംരക്ഷിച്ച് രാജ്യത്ത് അക്ഷയമായ സുഖത്തെ പ്രദാനം ചെയ്ത് ആശ്രയിച്ചു വരുന്ന എല്ലാവർക്കും സുഖവും സമാധാനവും കൊടുത്ത് യജമാന് സമൃദ്ധി ഉണ്ടാകണമെന്നുള്ള സങ്കല്പത്തിലാണ് ആ ദേവനെ ആ താന്ത്രിക പദ്ധതി പ്രകാരം അവിടെ കുടിയിരുത്തുന്നത്. ദേവേ സ്വഭക്ത ജനജാനുജി കൃഷയ അർത്ഥോപാദവും അപ്രകാരം കുടിയിരുത്തപ്പെടുന്ന ഒരു ബിംബമാകുന്ന ആധാരത്തിൽ ദേവേ സ്വഭക്ത ജനജാനുജി കൃഷയ അർത്ഥോപാദോ തഥാനിഹിത സന്നിധിമാതാനോ ശ്രേയ അപ്രകാരം സാന്നിധ്യപ്പെടുത്തി കുടിവച്ചിരിക്കുന്ന ബിംബമാകുന്ന ആധാരത്തിൽ ഭക്തജനങ്ങളെ അനുഗ്രഹിക്കാനായിട്ട് ആ ദേവൻ സദാ സാന്നിധ്യപ്പെടും. അങ്ങനെ സാന്നിധ്യപ്പെടുന്ന ഒരു ദേവൻ നാടിനും നാട്ടുകാർക്കും രാജ്യത്തിനും രാജാവിനും ആശ്രയിച്ചു വരുന്ന എല്ലാവർക്കും എല്ലാവിധമായ ഐശ്വര്യങ്ങളും സമാധാനവും കൊടുക്കും. അപ്രകാരം കുടിയിരുത്തപ്പെട്ട ബിംബത്തിൽ സാന്നിധ്യത്തിലേക്ക് കാരണമായ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ഉണ്ടായാൽ അത് സാന്നിധ്യത്തിക്ക് ഇടവരുമെന്നും അങ്ങനെ വരുമ്പോൾ ദേവൻ ദുഷ്ടനാണെന്നും അങ്ങനെ വന്നാൽ നാടിനും നാട്ടുകാർക്കും മുഴുവൻ മറ്റേ ദുരിതങ്ങളും ക്ലേശങ്ങളും ഒക്കെ ഉണ്ടാവും. ഒരു സാന്നിധ്യപൂർത്തി നിൽക്കാൻ ചെയ്യണമെന്ന് പറഞ്ഞത്. അതെ അതെ, അത്തരത്തിലുള്ള ദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സാന്നിധ്യത്തിലേക്ക് കാരണമായ അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ദോഷങ്ങൾ പ്രഥമ ദൃഷ്ടിയാൽ കണ്ടാലോ കേട്ടാലോ അതിന് നിഷ്കൃതികൾ ചെയ്യേണ്ടതുണ്ട്. അതിനാണല്ലോ ഈ അഷ്ടമംഗല പ്രശ്നം നമ്മൾ പ്രധാനമായിട്ട് വയ്ക്കുന്നത്. ആ നിയമം എന്താണ്? നിർദോഷേ സഗുണേ മുഹൂർത്ത സമയേ ദേവേ പ്രതിഷ്ഠാപിത അല്ലേ? പൂജാജാനുദിനം യഥാവിധി പ്രത്യബ്ദമപ്പി ഉത്സവ ദോഷേ സത്യുദയ നിഷ്കൃതി അതോ ജീർത്തവും പുനർബിംബയോഹോ ജീർണോദ്ധാരവിധിച്ചു സത്വരമി സാന്നിധ്യ സമ്പൽപദാഹ. ആ കാര്യം നടക്കുന്നുണ്ടോ? ഒരു ദേവപ്രശ്നം വെക്കാൻ പറയുന്ന സമയമുണ്ടല്ലോ. ക്ഷേത്രാധികൃത പഞ്ചതാധികം അവിജ്ഞാതം കിമപ്യസ്തചേത് വൈകല്യാദി പൂജനോത്സവോ ചൂർണാദി വര്യാധികം സാന്നിധ്യം അപകൃതിയും അർത്ഥലാവോ ആജ്ഞാതം ദേവപ്രശ്നം. അദ്ദേഹം പറഞ്ഞ പോലെ ഒരു ക്ഷേത്രത്തിൽ അഷ്ടമംഗല പ്രശ്നം വയ്ക്കാനുള്ള ചില നിമിത്തങ്ങളെ പറ്റി തന്ത്രശാസ്ത്രത്തിൽ പറയാനുണ്ട്. ക്ഷേത്രേ മൃദുർ ജനനമംഗണമാക്കി ക്ഷേത്രത്തെ നിലനിർത്താൻ എന്ത് വേണം? ക്ഷേത്രേ മൃദുർ ജനനമംഗണ മണ്ഡപാദവും മൂത്രാസജാതിവേശ അതൊന്നും അതിന്റെ ഉത്തരമല്ല. അല്ല, അതല്ല. ഈ ഉത്തരം ദുർനിമിത്തങ്ങൾ ഏതൊക്കെയാണ്? അത് അവിടുന്ന് ഇത് ആദ്യം നടക്കുന്ന അല്ല, അത് നോക്കാം. ഇതൊന്ന് ആ പദ്ധതിയിലേക്ക് ഒന്ന് കയറിയിട്ടായിരിക്കും. ഇത് കണ്ടിട്ട് ഇത് എവിടെയാ നിൽക്കുന്നത്? ആരുടെ പതിയാ ഗ്രഹം നിൽക്കുന്നത്? വൈരിക്ഷസനായിട്ട് നിൽക്കുന്നു. അതെ അതെ. അവിടത്തേക്ക് ശുഭദൃഷ്ടി വ്യാഴമുണ്ട് നമ്മൾ പറഞ്ഞു. ശനിദൃഷ്ടി കൊണ്ട് പൂർണ്ണമായിട്ട് ശുഭദൃഷ്ടിയും പാപദൃഷ്ടിയും ഒന്നിച്ച് വന്നാൽ ദൃഷ്ടിരാഹിത്യം പോലെ കാണണമെന്നാണ് വലിയൊരു വ്യാഖ്യാതാവ് പറഞ്ഞത്. അതൊക്കെ കാണും. അതിന് ചർച്ചയാവാം. ഞാനിതൊന്ന് തീർത്തോട്ടെ. ക്ഷേത്രമൃതമംഗണ മണ്ഡപാദവും മൂത്ര ക്ഷേത്രത്തിലുണ്ടാകുന്ന ദുർനിമിത്തങ്ങളെ പറ്റി ആചാര്യൻ തന്ത്രശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്. ക്ഷേത്രത്തിലുണ്ടാകുന്ന ജനനങ്ങള് മരണങ്ങള് അങ്കണ മണ്ഡപാതകളിൽ മൂത്രാദി രക്താദികളൊക്കെ പതിക്കുക. അങ്ങനെ ക്ഷേത്രത്തിൽ കടക്കാൻ പാടില്ലാത്ത ചില മൃഗാദികൾ ഗർഭഗ്രഹത്തിൽ പ്രവേശിക്കുക, അകത്ത് പ്രവേശിക്കുക അല്ലേ? അപ്പൊ ക്ഷുദ്ര അന്യം അങ്ങനെ ഒന്ന് എന്താ ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ അർഹതയില്ലാത്ത ആൾക്കാർ പ്രവേശിക്കുക, സ്ഥിരമായി പ്രതിഷ്ഠിക്കപ്പെട്ട ബിംബത്തിന് ഇളക്കം ഉണ്ടാകുക, ബിംബത്തിന് കേടുതെറ്റുക, ചൂട് തട്ടുക, പൊള്ളലേക്കുക, അന്യമന്ത്രങ്ങള് ഈ ദേവന് പറ്റാത്ത ചില മന്ത്രങ്ങൾ കൊണ്ട് മന്ത്രപ്രയോഗങ്ങൾ നടത്തുക. ഇങ്ങനെയുള്ള ദുർനിമിത്തങ്ങൾ ക്ഷേത്രത്തിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള അല്ലേ? ക്ഷേത്രാധീരിത പഞ്ചതാധികം ആ പറഞ്ഞ പ്രകാരമുള്ള എന്തെങ്കിലും ദുർനിമിത്തങ്ങൾ ക്ഷേത്രത്തിൽ അറിഞ്ഞോ അറിയാതെയോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാനും, ക്ഷേത്രത്തിന്റെ പൂജ ഉത്സവം മുതലായ കാര്യങ്ങൾക്ക് വൈപരീത്യം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണങ്ങൾ കണ്ടുപിടിക്കാനും അല്ലേ? അതുപോലെ തന്നെ ഉടമസ്ഥനോ ദേവനോ ബാധിക്കുന്ന എന്തെങ്കിലും തരത്തിലുള്ള ദോഷങ്ങൾ പ്രത്യക്ഷമായിട്ട് കാണാൻ പറ്റിയില്ലെങ്കിൽ അത് കണ്ടുപിടിക്കാനും, ദേവന്റെ ഭൂസ്വത്തുക്കൾക്ക് നഷ്ടമുണ്ടായാൽ അത് കണ്ടുപിടിക്കാനുമാണ് അഷ്ടമംഗല പ്രശ്നം ആവശ്യമായിട്ട് വരുന്നത്. അത് ചിന്തിക്കാൻ സാമാന്യന ആചാര്യർ ഒരു നിയമം പറഞ്ഞിട്ടുണ്ട്. നിർഗമമാർഗമന്ദിരഗതി പ്രശ്നക്രിയാ സംഭവം സൂത്രം അഷ്ടമംഗല ഫലാരൂഢോദയന്തുധോം ആയുഖേടവശാച്ച ജാതകവശാൽ സന്ധ്യ ഭാവാൻ വരാൻ ദേവാനാമനുകൂലതാതിജോതൽ ബാധാഭികാര. ആചാര്യ പറഞ്ഞു ആദ്യം എന്ത് ചിന്തിക്കണം, രണ്ടാമത് എന്ത് ചിന്തിക്കണം, മൂന്നാമത് എന്ത് ചിന്തിക്കണം എന്ന് ചിന്തിച്ച് അവസാനം എല്ലാ വിഷയങ്ങളും ചിന്തിച്ച് വരുമ്പോൾ നിങ്ങൾക്ക് അറിയേണ്ടതായ എല്ലാ
എല്ലാ കാര്യങ്ങളും ഇവിടെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. സാധാരണ ഒരു തൽക്കാല പ്രശ്നത്തിൽ നിന്നോ താമ്പൂല പ്രശ്നത്തിൽ നിന്നോ ഒക്കെ വ്യത്യസ്തമായിട്ട് വളരെയധികം ഉപകരണങ്ങളും വളരെയധികം സാധനങ്ങളും വളരെയധികം നിമിത്തങ്ങളും ഇവിടെ നമുക്ക് ആചാര്യൻ ഒരുക്കി തന്നിട്ടുണ്ട്. ഇത് വച്ച് നമ്മൾ പ്രശ്നം പറയുക എന്നുള്ളതാണ്. അതിന് 6 സാക്ഷികളെ ആചാര്യൻ നിന്നു. ഏകസ്യ അർത്ഥസ്യ നിർണയേ ഷഡ്രാശിസിന്റെ സൂചിതം അല്ലെ. ആരൂഢ ഉദയം ലഗ്നാംശകം ചത്രം സ്പൃഷ്ടാംഗരാശി രാശി അടങ്ങുന്ന 6 രാശികളും പ്രത്യേകിച്ച് പൃഷ്ടാവിനാൽ ദത്തമാക്കപ്പെടുന്ന താമ്പൂലം കൊണ്ട് കിട്ടുന്ന താമ്പൂല രാശിയും അടങ്ങുന്ന 7 രാശികളിൽ നിന്ന് നിങ്ങൾക്ക് വഴി പോലെ പ്രശ്നം ചിന്തിക്കാനാണ് പറഞ്ഞത്. അപ്പൊ ഞാനിത് പറഞ്ഞതിന്റെ ഉദ്ദേശം അല്ല, അത് പ്രത്യേക ആ പ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്ന ആരൂഢോദയ ലഗ്നാംശ ഛത്ര സ്പൃഷ്ടാംഗരാശയ ചന്ദ്രാദിച്ഛത രാശിച്ഛ അപ്പൊ ഒന്ന് പറഞ്ഞോട്ടെ. അപ്പൊ നിങ്ങൾക്ക് ഒന്ന് പറഞ്ഞോട്ടെ. അപ്പൊ നിങ്ങൾ ഈ ചർച്ചയില് നിങ്ങൾക്ക് പല സംശയങ്ങളും ഉരുത്തിരിയാം. സ്വാഭാവികമാണ്, അതിനൊന്നും തർക്കമൊന്നുമില്ല. അത് നമ്മൾ അത് തീർക്കേണ്ടതുമാണ്. പക്ഷെ അതിനൊക്കെ ഓരോ സമയങ്ങളുണ്ട്. അപ്പോൾ ഈ ക്ഷണിക്കപ്പെട്ട ദൈവജ്ഞന്മാരും ഒക്കെ ഉള്ള ഒരു സദസ്സ് ഇതിനെപ്പറ്റി ചർച്ചകളൊക്കെ ചെയ്തു വരുമ്പോൾ നിങ്ങൾ ആ ചർച്ചകൾ പൂർണ്ണമായിട്ട് ശ്രദ്ധയോടെ കൂടി കേൾക്കുക, വിലയിരുത്തുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പ്രശ്നത്തിൻ്റെ അവസാന ദിവസം ഞങ്ങൾക്ക് ഇതുകൊണ്ട് ദൂരീകരിക്കാൻ, അതുകൊണ്ട് ഈ വിഷയങ്ങൾ കിട്ടുന്നില്ലെങ്കിൽ ആ വിഷയങ്ങൾക്ക് നമുക്ക് ഏറ്റവും അവസാനത്തെ ദിവസം നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ടെങ്കിൽ ചർച്ച ചെയ്യുകയും ചെയ്യും. അതുവരെ നിങ്ങൾ സമാധാനമായിട്ട് ഇതൊരു യജ്ഞമാണ്. ഈ ദൈവജ്ഞന്മാരെ ഇതൊരു യജ്ഞമാണ്. അതായത് ഹരിപ്പാട് വേലായുധ സ്വാമിയുടെ ദുരിതങ്ങൾ പരിഹരിച്ച് നാടിനും നാട്ടുകാർക്കും രാജ്യത്തിനും രാജാവിനും ഭരണകർത്താക്കൾക്കും ദുരിതമൊന്നുമില്ല. അതെ, അത് പരിഹരിക്കാൻ പറ്റുന്ന ഒരു യജ്ഞത്തിൽ എല്ലാ ജ്യോത്സ്യന്മാരും തുല്യ പങ്കാളിത്താണ്. ഏകസ്യ അർത്ഥസ്യ നിർണ്ണയം ജ്യോത്സ്യന്മാർക്കും ബാധക. അല്ലാണ്ട് അവർക്കൊരു അഭിപ്രായം എനിക്കൊരു അഭിപ്രായം എന്നില്ല. എല്ലാവരും കൂട്ടായ ചർച്ചയിൽ കൂടി ഇതിനെ നമ്മൾ ഒരു തീരുമാനം ഉണ്ടാക്കും. അതുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് സഹകരിക്കണം. നിങ്ങളുടെ ദുരിതം പരിഹരിക്കുക എന്നുള്ളതാണ് ഞാനിത് പറയാൻ കാരണം. അന്നേരം ഫോൺ ഓഫ് ചെയ്യാൻ പറഞ്ഞു. പലരും ഫോണിലേക്ക് എങ്ങനെ ഇട്ട് കളിച്ചുകൊണ്ടിരുന്നു. അപ്പൊ ഇതങ്ങനെ ഉണ്ടാവരുത്. ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സമയം ഇതല്ല. ചോദ്യങ്ങൾ ചോദിച്ചാൽ ആ സമയത്ത് ഉത്തരം കിട്ടൂല. അവസാനത്തെ ദിവസം നിങ്ങൾക്ക് അറിയേണ്ട എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നില്ലെങ്കിൽ അത് തീർത്തിട്ടേ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുള്ളൂ. അതുവരെ നിങ്ങളെല്ലാവരും സഹകരിക്കണം. മനസ്സിലായല്ലോ? അപ്പൊ എന്തിനാണ് അഷ്ടമംഗല പ്രശ്നമെന്നും എന്താണ് അഷ്ടമംഗല പ്രശ്നത്തിന്റെ ലക്ഷ്യമെന്നും പറഞ്ഞു. അപ്പോൾ ഇവിടെ നമുക്ക് ആരൂഢം ഒന്ന് പരിചയപ്പെടാം. സ്വർണ്ണാരൂഢം ചിങ്ങൻ രാശിയാണ്. ആ സ്വർണ്ണാരൂഢം ചിങ്ങൻ രാശിയായിട്ട് ശുക്രന്റെ അംശവും കേതുവിന്റെ അംശവും. 2ാം ഭാവം കന്നിരാശിയാണ്. കന്നിരാശിയായിട്ട് അവിടെ ചന്ദ്രന്റെ സ്ഥിതിയും കേതുവിന്റെ സ്ഥിതിയും ഗുളികന്റെയും സ്വർണത്തിന്റെയും അംശകം. 3ാം ഭാവം തുലാൻ രാശിയായിട്ട് അവിടെ ഗ്രഹസ്ഥിതി അംശങ്ങളൊന്നുമില്ല. 4ാം ഭാവം വൃശ്ചികൻ രാശിയായിട്ട് അവിടെ ചൊവ്വയുടെ അംശകം. 5ാം ഭാവം ധനുരാശിയായിട്ട് ചൊവ്വയുടെയും ബുധന്റെയും ശുക്രന്റെയും സ്ഥിതി, ബുധന്റെ അംശകം. 6ാം ഭാവം മകരൻ രാശിയായിട്ട് അത് ചത്രാരൂഢായിട്ട് വന്നു. അവിടെ ആദിത്യന്റെ സ്ഥിതിയും ശനിയുടെ അംശകം. 7ാം ഭാവം താമ്പൂലാരൂഢാണ്. അത് മകരൻ രാശിയാണ്. അവിടെ നിൽക്കുന്ന ശനിയാണ്. അവിടെ ലഗ്നാംശവും രാഹുവിൻ്റെ അംശവും. 8ാം ഭാവം മീനൻ രാശിയാണ്. അത് ഉദയാരൂഢാണ്. ആ ഉദയാരൂഢത്തിൽ നിൽക്കുന്ന ഗ്രഹം രാഹു. 9ാം ഭാവം അത് മേടൻ രാശിയാണ്. അവിടെ വ്യാഴത്തിൻ്റെയും ഗുളികൻ്റെ സ്ഥിതി, അംശങ്ങളൊന്നുമില്ല. 10ാം ഭാവം ഇടവൻ രാശിയായിട്ട് അവിടെ ആദിത്യചന്ദ്രന്മാരുടെ അംശകം. 11ാം ഭാവം സൃഷ്ടാംഗരാശി, അത് മിഥുനൻ രാശിയാണ്. 12ാം ഭാവം കർക്കിടകൻ രാശിയാണ്, വ്യാഴത്തിൻ്റെ അംശമാണ്. ഇതാണ് ഇന്ന് ഈ നമ്മുടെ വേലായുധ സ്വാമി ഒരുക്കി വച്ചിരിക്കുന്ന നമ്മുടെ ഈ ഉപകരണങ്ങൾ, ചിന്താസാധനങ്ങൾ. ഇതുകൊണ്ട് നമ്മൾ ആദ്യം പറഞ്ഞു സാമാന്യന ഇപ്പോൾ മറ്റേ അദ്ദേഹം പറഞ്ഞു നമുക്ക് ഒരു ചർച്ച ചെയ്തിട്ട് പോരാന്ന് പറഞ്ഞു. അവിടുന്ന് നമ്മളിപ്പോൾ സ്വർണ്ണമൊക്കെ നോക്കിയിട്ട് അതിപ്പോൾ ഞാൻ പറഞ്ഞു ക്ഷമിക്കണം, വേറെ ഒന്നും തോന്നരുത്. എൻ്റെ ഒരു ഗുരുനാഥൻ പഠിപ്പിച്ച സമ്പ്രദായം എന്ന് വെച്ചാൽ മറ്റേ എന്താ ആചാര്യന്മാർ അല്ലെങ്കിൽ അങ്ങനെയുള്ളവർ രാശി വെച്ച് കഴിയുമ്പോൾ നമുക്ക് രാശി കിട്ടി, നിങ്ങളെ തന്നെ സാക്ഷി നിർത്തിക്കൊണ്ട് ഇനിയും നമ്മൾ ചർച്ച ചെയ്യാമെന്ന് വിചാരിച്ചാണ്, അല്ലാണ്ട് ചർച്ച ചെയ്യില്ല എന്ന് വിചാരിച്ച് പോയതല്ല. അപ്പോൾ ഏതായാലും ആവട്ടെ, നമ്മൾ ഈ ഷഡാരൂഢങ്ങൾ കൊണ്ട് വിശേഷമായിട്ട് കിട്ടുന്ന താമ്പൂലാരൂഢങ്ങൾ അത് അദ്ദേഹം ഉന്നയിച്ചത് ന്യായമായ കാര്യം അല്ല. അതല്ല അതിനകത്തെന്ന് പറയുമ്പോ അല്ല, ന്യായമായ അല്ലാത്ത കാര്യമുണ്ട്. അത് ഞാൻ പറയാം. അങ്ങേക്ക് അറിയാലോ, ഞാനിതെന്റെ ഗുരുസമ്പ്രദായമാണ്, എന്റെ പരമ്പരയാണ്, എന്നെ എങ്ങനെ
ഇങ്ങനെ ഉപദേശിച്ചേക്കണേ എന്ന് പറയുമ്പോൾ ആ പ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്നത് ഞാനത് ആ പ്രമാണം ചൊല്ലിയിട്ട് തന്നെയാണല്ലോ പറഞ്ഞത്. അതെ അതെ. അപ്പൊ സ്വർണ്ണസ്യ ഉത്താനതായ ഫലം തീർക്കുന്നപ്പോഴേ ഞാനിത് പ്രമാണം ചൊല്ലി തന്നെ പറഞ്ഞേ. അതെ അതെ. അത് പക്ഷെ അതല്ല, അതിന്റെ ഒരു അവസ്ഥ നോക്കേണ്ടതായ ധാർമ്മിക അല്ല. അതുകൊണ്ട് അത് അവരുടെ മുമ്പിൽ വെച്ചാൽ ഞാനിത് ആരും തന്ത്രി പൂജ നടത്തുമ്പോൾ അത് തികയാനൊന്നും പോകണമല്ലോ, അതിന് വിരോധമില്ല. അപ്പൊ എന്നാന്ന് വെച്ചാൽ ഇതിന്റെ പുറകിലൊരു കഥയുണ്ടാവും, അതിലേക്ക് നമുക്ക് കടക്കാം. ഇങ്ങനെ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചതും എന്നെ കൊണ്ട് ഇങ്ങനെ ചെയ്യിപ്പിച്ചതുമായ ദോഷങ്ങൾ ചിന്തിച്ചാൽ മതി. ഇവിടെ വ്യക്തിപരമായതിന്റെ ഒന്നും ആവശ്യമില്ലോ. അല്ല, ഞാനത് തുറക്കാൻ പറഞ്ഞു. എന്റെ സമ്പ്രദായം ഇതാണ്. ബ്രാഹ്മണ പൂജ നടത്തു കഴിയുമ്പോൾ കണ്ടിരിക്കുന്നത് പിന്നെ നമ്മൾ ആ സമ്പ്രദായം അങ്ങനെയാണെന്ന് പറയുമ്പോഴും അത് ചെയ്തില്ലെങ്കിൽ പിന്നെ ഇവിടെ ഉണ്ടാകുന്ന ഒരു വിഷമങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ സമ്പ്രദായത്തെ വേണ്ടെന്ന് വെക്കുകയോ അല്ലേ? അങ്ങനെ ഒരു ഫലം ഇവിടെ ഉണ്ടാവും. അപ്പൊ ഇവിടെ 6 ആരൂഢങ്ങളൊന്ന് പരിശോധിക്കാം. സ്വർണ്ണാരൂഢത്തിന്റെ യസ്മിൻ രാശോ ഇതാണ് സ്വർണം സസ്യാത് ആരൂഢ സബ്ജക. സ്വർണ്ണാരൂഢം ചിങ്ങൻരാശിയായിട്ട് പറഞ്ഞു. അവിടെ അതിൻ്റെ 9 വ്യാഴമുണ്ട്. വ്യാഴം 3-ലോ 6-ലോ 8-ലോ 12-ലോ ഒഴുത്തി നിന്നാൽ വ്യാഴത്തിൻ്റെ അനുകൂലമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ചിങ്ങൻ രാശിയിൽ നിന്ന് പ്രായോ അനുകൂല സകല സദേവ വ്യാഴത്തിൻ്റെ 9-ാം ഭാവസ്ഥിതിയുണ്ട്. അതെ അല്ല, ഈശ്വരാധീനം. ഈ നമ്മളിപ്പോൾ 6 സാക്ഷികളെയും താമ്പൂലാരൂടെയും ചിന്തിക്കാൻ പറഞ്ഞു. അതിൽ നിന്ന് നമുക്ക് ദൈവാധീനം എങ്ങനെയുണ്ട്, ഈശ്വരാധീനം എങ്ങനെയുണ്ട് എന്ന് ചിന്തിക്കുകയാണ്. സ്വർണ്ണാരൂഢത്തിന് 9 വ്യാഴം ഉണ്ടെന്ന് എല്ലാവരും സമ്മതിച്ചതാണ്. അപ്പോൾ ഈശ്വരാധീനം ഉണ്ടെന്ന് കണ്ടു. അടുത്തത് അതിനകത്ത് അല്ല, അതിലേക്ക് വരാം. ഒരു മിനിറ്റ്. ആരൂഢങ്ങളൊന്നും പോട്ടെ. ഉദയാരൂഢം എന്ന് പറഞ്ഞാൽ നിത്യവും 12 രാശിയിൽ ഉദിച്ച് അസ്തമിക്കുകയാണ്. മകരൻ രാശിയിൽ ഉദിച്ച് കുംഭൻ രാശിയും കഴിഞ്ഞ് മീനൻ രാശിയിൽ ചെല്ലണ സമയത്താണ് കുട്ടി സ്വർണം കൊണ്ടുവച്ചത്. അപ്പൊ ഉദയാരൂഢം എന്ന് പറയുന്നത് മീനൻ രാശിയാണ്. അതിൽ 2-ൽ വ്യാഴമുണ്ട്, 3-ലും 6-ലും 8-ലും 12-ലും ഒഴിച്ചു വ്യാഴുന്നതുകൊണ്ട് പ്രായാനുകൂല സകലാസദേവ ആരൂഢ ഉദയം. ലഗ്നാംശകം. ഒരു ഉദയരാശി കിട്ടിക്കഴിഞ്ഞാൽ അതിനൊരു അംശകം ഉണ്ടാകണം. അത് അജമൃഗ തൗലി ചന്ദ്രഭവനാദി എന്ന നിയമപ്രകാരമാണ്. അപ്പോൾ മീനൻ രാശിയുടെ അംശകം തുടങ്ങുന്ന കർക്കിടകൻ രാശിയാണ്. ആ കർക്കിടകൻ രാശിയിൽ നിന്ന് അംശകം തുടങ്ങി ലഗ്നാംശകം നിന്നത് 8-ാമത്തെ രാശിയിലാണ്. അതുകൊണ്ട് കുംഭൻ രാശിയാണ് ലഗ്നാംശകം. അതിന് വ്യാഴം 3-ലായതുകൊണ്ട് ദൈവത്തിന്റെ പ്രതികൂലത കാണുന്നു അല്ലേ? ആരൂഢോദയ ലഗ്നാംശകം. ചത്രം എന്ന് വെച്ചാൽ നിഹിതമായ ഒരു വീതിരാശിയുണ്ട്. അത് സൂര്യന്റെ സഞ്ചാരക്രമം അനുസരിച്ചാണ്. ഇടവൻ രാശി മുതൽ 4 രാശികളിൽ സൂര്യൻ സഞ്ചരിക്കുന്ന സമയത്ത് മേടം വീതിരാശിയും, വൃശ്ചികൻ രാശി മുതൽ 4 രാശികളിൽ സൂര്യൻ സഞ്ചരിക്കുന്ന സമയത്ത് മിഥുനം വീതിരാശിയും, ബാക്കി 4 രാശികളിൽ ഇടവം വീതിരാശിയും ആയതുകൊണ്ട് ഇവിടെ ആരൂഢം മുതൽ ഉദയം വരെ എത്ര രാശികളുണ്ട്? ആരൂഢം മുതൽ ഉദയം വരെ 8 രാശികൾ ഉള്ളതുകൊണ്ട് വീതിരാശിയായ ഈ മിഥുനൻ രാശിയുടെ 8-ാമത്തെ രാശിയാണ് ചത്രാരൂഢം. അത് മകരൻ രാശിയാണ്. അതിന് 4-ൽ വ്യാഴമുണ്ട്. പ്രായോ അനുകൂല സകലാസദേവ. അല്ലെ, അതൊന്ന് പറഞ്ഞങ്ങ് മനസ്സിലാക്കിക്കോട്ടെ എന്ന് വിചാരിച്ചാ. കാരണം ഇവർക്ക് ഇങ്ങനെയാണെങ്കിൽ ഒന്ന് കുറച്ച് സ്പീഡ് കുറച്ച് പറയണം. കാരണം ഇവരൊക്കെ നമ്മൾ അദ്ദേഹത്തിന് ഈ ശ്രോതാക്കൾ എല്ലാവരും നമ്മൾ കൂടെ അത്ര സ്പീഡിൽ എത്തില്ല. നമ്മളിവിടുന്ന് കേൾക്കണില്ലേ? അതെ സുപ്രീം കോടതി വിധിയാണ്. ഇതിന് പ്രധാനമായിട്ടും 6 സാക്ഷികളുണ്ട്. ഓരോ സാക്ഷികളും ആദ്യത്തെ സാക്ഷി എന്ന് പറയുന്നത് കുഞ്ഞു സ്വർണം കൊണ്ടുവച്ച രാശി. അതാണ് നമുക്കിവിടെ ചിങ്ങൻ രാശി. അതാണ് ആദ്യത്തെ സാക്ഷി. 2-ാമത്തെ സാക്ഷി പറയുമ്പോൾ 10:55 കിഴക്കുദിച്ച രാശി ഏതാണോ ആ രാശിയാണ് ഉദയരാശി. ആ ഉദയരാശി മീനൻ രാശിയാണ്. 3-ാമത്തെ ആരുടെ ഉദയ ലഗ്നദോഷ. ആ ഉദയരാശി വീണ്ടും 9ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിൽ നിന്നും നമ്മൾ കണ്ടെത്തുന്നതായിരിക്കുന്ന ഇത് മുതൽ കണ്ടെത്തുന്ന രാശിയാണ് കുംഭൻ രാശി. അത് 3-ാമത്തെ സാക്ഷിയാണ്. 4-ാമത്തെ സാക്ഷിയാണ് ഛത്രരാശിയാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് ഈ ആറൂഢം മുതൽ ഉദയം വരെ എത്ര രാശിയായോ അത് വീതി മുതൽ കണക്കാക്കി ചെയ്യുന്നതായിരിക്കുന്ന രാശിയെയാണ് ഛത്രരാശി എന്ന് പറയുന്നത്. അപ്പൊ അതിനെ കാലപുരുഷന്റെ ശിരസ് മുതൽ പാദം വരെ രാശി പ്രഥമ എന്ന് പറഞ്ഞിട്ടുണ്ട്. കാലാങ്കാനി വരാങ്കം ഏഴാം രാശി തൊട്ടാൽ കുട്ടി ഇങ്ങനെ ശിരസിൽ തൊട്ടാൽ മേടാം. കുട്ടി തൊട്ട് കാണിച്ചത് ഇങ്ങനെയാണ്. കാലാങ്കാനി വരാങ്കം കാണിച്ച രാശി മിഥുന രാശിയാണ്. അതുകൊണ്ടാണ് കാലാങ്കാനി വരാങ്കം ആനനൂരോ ഹൃത്രോട വാസപ്രദോ വസ്തുരഞ്ജനം ഊരിജാനുകൈ ജംഗേത അംഗ്രിദ്വയം. അപ്പൊ കുട്ടി അല്ല അതൊന്ന് ആ പ്രകടനം ഞാനാണ് തുടങ്ങി അതൊന്ന് തീർത്തോട്ടെ എന്നിട്ട് പറഞ്ഞോളൂ. അപ്പോൾ ആ കുട്ടി തൊട്ടത് കൈകളിലായതുകൊണ്ട് ഭുജദ്വയ സ്കന്ധ അംശദേശ മധ്യദേശ ശബ്ദ
ഞാനതൊന്ന് സ്പഷ്ടമാക്കി കൊടുക്കുന്നതല്ലേ. അതോ ചെയ്തോളൂ. ഒരു ശബ്ദം വെച്ചത്. അപ്പൊ കുട്ടി സ്വർണ്ണം വെച്ചത് തൊട്ട് കാണിച്ച രാശി മിഥുനം രാശിയാണ്. ഇന്ന് ചന്ദ്രൻ നിൽക്കുന്ന നക്ഷത്രം അത്തം നക്ഷത്രത്തിലാണ്. അതുകൊണ്ട് ആ അത്തം നക്ഷത്രത്തിന്റെ കൂറ് അല്ല, മിഥുനൻ രാശിയിൽ നിന്ന് 11-ൽ വ്യാഴമാണ്. അതിങ്ങനെ പറഞ്ഞു 11-ൽ വ്യാഴമുണ്ട്. അതിനെ പ്രായം അനുകൂല സകലാസത. ചന്ദ്രാധിഷ്ഠിത രാശിഷ്ഠ. ആ ചന്ദ്രൻ നിൽക്കുന്ന രാശി കലിരാശിയാണ്. ആ രാശിയിൽ നിന്നും 8-ലാണ്, പ്രതികൂലമാണ്. രാശിയിൽ നിന്നും ചന്ദ്രാധിഷ്ഠിത രാശിയിൽ നിന്നും ഷഡാരൂഢങ്ങൾ പരിശോധിച്ചതിൽ 4 രാശികളിൽ നിന്ന് ദൈവത്തിന്റെ അനുകൂലതയും 2 രാശികളിൽ നിന്ന് ദൈവത്തിന്റെ പ്രതികൂലതയും വന്നു. പിന്നെ ലഗ്നകഥനത്തിനായി പ്രഷ്ടാവിനാൽ ദത്തമാക്കപ്പെടുന്ന താമ്പൂലം കൊണ്ട് ഫലം പറയണല്ലോ. ആ താമ്പൂല സംഖ്യാം ദ്വിഗുണാംശരജ്ഞം സൈകം ഹരേ സപ്തഭി അത്ര ശിഷ്ടൈ സൂര്യാധികാരം ഉദയോത്ര കൽപ്പയോ ഗ്രഹോദയോ എത്ര. ഇന്ന് തന്ന താമ്പൂലം കൊണ്ട് ഒരു ആരോഗ്യം ഉണ്ടാക്കാൻ ഒരു രാശി ഉണ്ടാക്കാൻ പറഞ്ഞിരിക്കുക. താമ്പൂല സംഖ്യ ഗുണം എത്ര വ്യക്തികൾ തന്നോ? ഇവിടെ 22 വ്യക്തികൾ തന്നില്ല. അതിനെ എടുത്തില്ല. 2 കൊണ്ട് കുടിക്കുക. 2 കൊണ്ട് കുടിച്ചിട്ട് അതിനെ 5 കൊണ്ട് കുടിക്കുക വീണ്ടും. എന്നിട്ട് 7 ഹരിക്കുക. ഒന്നും കൂട്ടുക. 7 ഹരിക്കുക. അപ്പൊ അങ്ങനെ വരുമ്പോൾ 721-നെ 7 ഹരിക്കും. അപ്പൊ 72-നെ 2 കൊണ്ട് കുടിച്ചു, 5 കൊണ്ട് കുടിച്ചു, ഒന്നും കൂടെ കൂട്ടി 7 കൊണ്ട് ഹരിക്കുമ്പോ ശിഷ്ടമില്ലാതെ വരും. അങ്ങനെ വരുന്നത് കൊണ്ട് അതെ, ഏത് സംഖ്യ കൊണ്ടാണോ ഹരിച്ചത് ആ സംഖ്യ തന്നെ ശിഷ്ടമായിട്ട് വരും. അതൊരു ഗ്രഹത്തെയാണ് റെപ്രസെന്റ് ചെയ്യണ. 7ാമത്തെ ഗ്രഹം ശനിയാണ്. ആ ശനി നിൽക്കുന്ന രാശി താമ്പൂലാരൂടാണ്. അതിനും ദൈവാധീനം ഇല്ല. അതെ, അത്രേ ഉള്ളൂ. തഥാപി ആരൂഢവാഞ്ചായ താമ്പൂലാരോട് പറയുന്നത് ഇവിടെ പറയുന്നത് സമ്പ്രദായം. നമ്മളൊരു പേപ്പർ എടുത്ത് വെച്ചാൽ പ്രധാന വാർത്തകൾ വായിക്കും. ആ പ്രധാന വാർത്തയിൽ പറഞ്ഞിരിക്കുന്നത് പിണറായി വിജയൻ ജയിലിൽ നിന്നായിരിക്കും. പക്ഷെ അത് കീഴോട്ട് വായിച്ചു വരുമ്പോൾ ജയിലിൽ കിടക്കുന്നവരുടെ സുഖം അന്വേഷിക്കാനായിട്ട് പിണറായി വിജയൻ ജയിലിൽ സന്ദർശിച്ചു എന്നായിരിക്കും വായിച്ചു വരിക. അതേപോലെ ആദ്യം ആരൂഢം കൊണ്ട് പ്രശ്നം ഉദയാരൂഢ പ്രാധാന്യം വേറെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഈശ്വരാനുഗ്രഹ വിഷയം ഷഡാരൂഢങ്ങൾ ചിന്തിച്ചാൽ പോലെ അപ്പൊ ഷഡാരൂഢങ്ങളിൽ 4 നിന്ന് ഈശ്വരാധീനം വ്യാഴത്തിന്റെ അനുകൂലം ഉള്ളതുകൊണ്ട് ദോഷങ്ങളില്ല എന്നല്ല ഇതിന്റെ അർത്ഥം. എല്ലാ ഈശ്വരാധീനമുണ്ട്. ഭൂരിപക്ഷം ആരൂഢങ്ങളിൽ നിന്ന് ഈശ്വരാധീനം ഉള്ളതിനാൽ ദോഷങ്ങളില്ല എന്നല്ല ഇതിന്റെ അർത്ഥം. അനുകൂലേതാതേ ക്രിയാൽപാ സഫലാഭവേ മഹതീ സക്രിയ കഷ്ടഫലസ്യാൽ പ്രതികൂലത. അനുകൂലമായ കാലത്ത് ചെറിയ കാര്യങ്ങൾ കൊണ്ടും ഗുണം കിട്ടുമെങ്കിൽ പ്രതികൂലമായ കാലത്ത് വളരെയധികം കർമ്മങ്ങൾ ചെയ്താലും സൽഫലങ്ങൾക്ക് സാധ്യത കുറയും. മനുഷ്യപ്രയത്നം കൂടുതൽ വേണം. അപ്പോൾ ഇവിടെ ഭൂരിപക്ഷം ആരൂഢങ്ങളിൽ നിന്ന് വ്യാഴത്തിൻ്റെ അനുകൂല സ്ഥിതി ഉണ്ട് എന്ന് ഉള്ളത് കൊണ്ട് ആ കാലത്ത് ഈ പ്രവർത്തനങ്ങൾ നിങ്ങൾ എന്താണോ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ആ പ്രവർത്തനങ്ങൾ ചെയ്യാൻ ഈ ദേവൻ ഉൾപ്പെടെയുള്ള ദേവീദേവന്മാരുടെ കൂട്ടുണ്ട് എന്ന് കമ്മിറ്റിക്കാരെയും നാട്ടുകാരെയും ബന്ധപ്പെട്ടവരെയും ഒന്ന് ഉദ്ബോധിപ്പിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അതന്നെ ആ ശ്ലോകം തന്നെ അല്ല ഇല്ല. അപ്പൊ അത് പറയുന്ന വിഷയം ദേവന്റെ അനുഗ്രഹം ഉണ്ടോ ഇല്ലയോ എന്ന് മണ്ണൂരി സാർ ഉദ്ദേശിക്കുന്നത് ഇവിടുത്തെ ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമി അനുഗ്രഹപ്രദമാണോ അല്ലയോ എന്നല്ലേ? അത് പറഞ്ഞോളൂ. അനുഗ്രഹം അപ്പൊ അവിടെ ആചാര്യൻ ഉദ്ദേശിക്കുന്നത് വ്യാഴേതര ശുഭഗ്രഹങ്ങൾ ലഗ്നത്തിലും 7-ലുമായിട്ട് നിൽക്കണം. വ്യാഴം ഇഷ്ടഭാവസ്ഥിതിയിൽ ഉണ്ടായിരിക്കണം. പാപഗ്രഹങ്ങൾ അഭിവാദി സോദരഭാവ ഭാവങ്ങളിൽ നിന്നാൽ ഈ ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമിയെ സാമാന്യന അനുഗ്രഹ കലയിൽ ഉള്ളത്. അപ്പൊ ഇത് നമ്മൾ പരിശോധിക്കുമ്പോൾ ചിങ്ങൻ രാശിയിലേക്ക് വ്യാഴത്തിന്റെ ഇഷ്ടഭാവസ്ഥിതി ഒഴിച്ചാൽ
സാമാന്യന നിയമം പൂർണ്ണമല്ലല്ലോ, അല്ലല്ലോ. അപ്പൊ ആയതിനാൽ അത് തന്നെയല്ല, ലഗ്നാധിപന്റെ ദുസ്ഥിതിയും അതിന്റെ ഒരു സാധനമാണ്, വലിയ സാധനമാണ്, അല്ലേ? വലിയ സാധനം. ദുസ്ഥിതി വലിയ വിഷയമാണ്. ശരീരപുഷ്ടിക്ക് വേണ്ടിയിട്ട് ലേഹ്യാദി വിഷയങ്ങളൊക്കെ ധാരാളം കഴിക്കുന്നുണ്ടാകും. പക്ഷെ ദഹനശക്തി ഇല്ലെങ്കിൽ അതും കൂടി ബുദ്ധിമുട്ടുണ്ടാക്കുക ചെയ്യും. ആ പറഞ്ഞ പ്രകടനത്തിൽ എന്തൊക്കെയാണ് ഇല്ലാത്തത് മുന്നോട്ട് പോകുമ്പോൾ അല്ല, അത് നമ്മളെ അവിടെ അപ്പൊ മാഷേ മണ്ണൂർ സാറ് പറഞ്ഞത് വ്യാഴം ഇഷ്ടഭാവസ്ഥിതിയിലുണ്ട്, പാപഗ്രഹങ്ങളുടെ ലഗ്നത്തിലും ഏഴിലൊന്നും കാണാനില്ല, പാപഗ്രഹങ്ങൾ ഇഷ്ടപ്പെടാത്ത രാശികളിൽ നിൽക്കുന്നുണ്ട്. എന്താണ് ദേവന്റെ കോപം? അപ്പൊ ചൈതന്യഹാനിയാണ് കാരണം. ആ ചൈതന്യഹാനി ഉണ്ടാവാനുള്ള കാരണം അനഭിമതങ്ങളായ സ്ഥാനത്ത് നിൽക്കുന്ന പാപഗ്രഹങ്ങളെ കൊണ്ട് കോപം കാരണമായിട്ട് ഈ ദേവൻ ദുരിതം അനുഭവിക്കുന്നു. അങ്ങനെയല്ലേ തന്നെ. അതിനിടയിലാണ് ഇദ്ദേഹം എന്ന് പറഞ്ഞത് ലഗ്നാധിപന്റെ ദുസ്ഥിതി, ദുസ്തേ ലഗ്നവതോ നിരോധനവും, അല്ലെ? അപ്പൊ ഒരു വിപരീതമാണ്. സൂര്യനായതുകൊണ്ട് 6 വന്ന അത്ര ദോഷം പറയണമെന്ന് സംശയം. രോഗം കൂടുതൽ വർദ്ധിക്കുന്നുണ്ട്. ഇവിടെ ആ ഗ്രഹത്തിന് പറഞ്ഞതായിട്ടുള്ള സാധനം അമ്പലത്തിലേക്ക് വരുന്നല്ലേ. ഒരു ഗ്രഹത്തിന് ദുസ്ഥിതി ഉണ്ടാകുന്നത് എപ്പോഴാണ്? ഒരു ഗ്രഹത്തിന് ദുസ്ഥിതി ഉണ്ടാകുന്നത് സാമാന്യം അറിയണ കാര്യമാണല്ലോ. അത് മാത്രമല്ലല്ലോ, ഒരു ശത്രുക്ഷത്തിൽ നിൽക്കുന്നതായിരിക്കും ഗ്രഹം, അതംഗീകരിക്കണം അല്ലേ? അപ്പൊ ശത്രുക്ഷത്തിൽ നിൽക്കുന്ന ആറൂഢപതി ആ 6ാം ഭാവത്തിൽ വരുമ്പോൾ ആ ഭാവത്തിൽ ആരൂഢപതി ചർച്ചയ്ക്ക് പറഞ്ഞതാണ്. ആയിക്കോട്ടെ, അത് ദുസ്ഥിതി ഉണ്ടെന്ന് ആദ്യം, കാരണം ശത്രുക്ഷേത്രം ആദ്യം അവിടെ വെച്ച് ഞാനാ പറഞ്ഞത്. എന്താണ് ദുസ്ഥിതി? എന്താണ് വൈരുഷ്യകേ രോഗ അനിശം ഭൂമിപതി അർത്ഥം പറയണം. അവിടെ നിന്ന് പറയാം അർത്ഥം. അങ്ങനെ അർത്ഥം പറയുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും അതെ. ഇവിടുത്തെ ഭഗവാന് എന്താണ്? മഹാസൂര്യക്കേടാണ്, അനിശം. പിന്നെയോ സുതമിത്ര ഭാര്യാനാശിച്ച ഭൂമിപതി പാവക ചോരപീഡ. അർത്ഥം ഭൂമിപതി എന്ന് പറയുമ്പോഴത്തേക്ക് രാജകീയമായിരിക്കുന്ന കേസുകളോ വ്യവഹാരങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടാവുക, ആഗ്നേയഭയം ഉണ്ടാവുക. ഇങ്ങനെ ഈ പലവിധമായ ദുരിതങ്ങളും അനുഭവിച്ചുകൊണ്ടാണ് ഇന്ന് ഇവിടുത്തെ ദേവന്റെ സ്ഥിതി. ഈ അവസ്ഥയിൽ ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന ശ്ലോകത്തിന്റെ പ്രസക്തി. ഒരു ദേവൻ ഒരു സ്ഥലത്ത് എന്തിനാണ് ദേവനെ സ്ഥാപിക്കുന്നത്? കൃത്വാ പ്രഭൂതം സലിലം ആരാമാൻ വിനിവേശിച്ച ദേവതായതനം കുര്യാദ്യശോ ധർമാഭിവൃദ്ധയെ. ധാരാളം ജലാശയങ്ങൾ നിർമ്മിക്കുക, പൂങ്കാവനങ്ങൾ വെച്ചുപിടിപ്പിക്കുക. ഇങ്ങനെയൊക്കെ കഴിഞ്ഞ ശേഷം ദേവനെ കൊണ്ടുവരണം, ഇരുത്തണം. എന്തിന്? യശസ്സിന്റെയും ധർമ്മത്തിന്റെയും അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ടാണ്. ഇതെന്നറിയാം, ഈ ഓരോരുത്തരും പ്രസംഗിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മൈക്ക് അറിയാം. അപ്പോൾ എന്താന്ന് വെച്ചാൽ ദേവനെ, ഞാൻ ഉദാഹരണത്തിന് വിഷമം തോന്നുന്നത് നിനക്കാർക്കും, ഒരു കുറച്ച് കാലം മുമ്പത്തെ വണ്ടിയാണ്, ഒരു ജീപ്പ് 10-12 കൊല്ലമായി വാങ്ങിയിട്ട് ഓടുന്നുണ്ട്. എണ്ണ അടിക്കും, ഡീസൽ അടിക്കും, അത്യാവശ്യത്തിൽ വർക്ക് ചെയ്യും. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ വെള്ളപ്പൊക്കെ വരാൻ തുടങ്ങും. എന്ത് വരാൻ തുടങ്ങും? സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പുക കഴിഞ്ഞാൽ അന്നേരം എന്താ ചെയ്യേണ്ടത്? വർക്ക്ഷോപ്പ് കയറ്റിയിട്ട് ധനസ്ഥിതിക്കനുസരിച്ച് ഒന്നെങ്കിൽ ഒരു ഹാഫ് എൻജിൻ പണി അല്ലെങ്കിൽ ഫുൾ എൻജിൻ പണി നടത്തണം. ഇവിടെ എൻജിൻ പണിക്ക് കാലമായിരുന്നു ആദ്യം നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. അതാണ് നമ്മൾ പറയേണ്ടത്. നമ്മൾ പറയേണ്ട വിഷയം ഇവിടെ എൻജിൻ പണിക്ക് കാലമായിരിക്കുന്നു. അത് ഇനിയിപ്പോൾ നമുക്ക് ശ്രോതാക്കൾക്കും ഭക്തജനങ്ങൾക്കും ജ്യോത്സ്യന്മാരായി നമുക്ക് ലഗ്നാധിപനായ സൂര്യൻ ദുസ്തുതി കാണിച്ചു. മൂടോപി നീചരിപുകോ അഷ്ടമക്ഷഷ്ടവ്യവസ്ഥ ദുസ്ത. അപ്പോ ഒരു ദേവൻ ദുസ്തുതി കാണിച്ചാൽ
എന്താ പറയാ ദുസ്തലക്തമതവും നിരോധനവും അല്ല ഒരു മിനിറ്റ് ആ പ്രകരണം കാണിക്കുമ്പോൾ വിപത്ത് എന്ന് അവസാനം പറഞ്ഞേക്കണേ. വിപത്താകാം. എന്താ വിപത്ത്? നിര്യാണം, വിഷമാമയം, നിജജനാപായം, ഗ്രഹപോഷണം. ഇപ്പൊ നിങ്ങളൊക്കെ പറഞ്ഞു ഈ ദേവന് ചാർജ് ചെയ്യാറായി, ചൈതന്യം നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ടു, അതിനെ ചാർജ് ചെയ്യാറായി. അങ്ങനെ ചാർജ് ചെയ്തില്ലെങ്കിൽ എന്താ സംഭവിക്കണമെന്നാണോ? നിര്യാണം, വിഷമാമയം, നിജജനാപായം, ഗ്രഹപ്രോഷണം, സ്ഥാനഭ്രംശം, ജനവിദ്വേഷം, അത് ഉപോത്ബലകമായിട്ട് പറയട്ടെ. ക്ഷേത്രസ്ഥിതി വന്ന ഒരു ഗ്രഹത്തിന് 16 ബലം. അല്ല, ഒരു സംശയമുള്ളത് ഈ ദേവനെ സംബന്ധിച്ചിടത്തോളം അങ്ങോട്ടാണേ. ദേവനെ സംബന്ധിച്ചിടത്തോളം ഈ പരത്വഞ്ചാവ് വ്യൂഹത്വം, വിഭവത്വഞ്ചത പഞ്ചത, അന്തര്യാമത്വം, അർച്ചാവതാര കല, സുഖന പഞ്ചകലകളിൽ ഏത് കലക്കാണ് ഇവിടെ ശോഷണം ഉള്ളത്? ഇപ്പൊ ദേവൻ ദുസ്ഥിതി അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അടിസ്ഥാനപരമായിരിക്കുന്ന വിഷയങ്ങളെ ചിന്തിക്കണം. ഓരോന്നോരോന്ന് താമ്പൂലത്തിന്റെ വിഷയം ശനിയുടെ കാര്യം പറയുക. ശനിയുടെ ഫലം പറഞ്ഞില്ലല്ലോ. ഒറ്റ ശ്വാസത്തിൽ ഇത് മുഴുവൻ അർത്ഥം പറയാൻ എനിക്കറിയില്ല. അത് കട്ടഘട്ടമായിട്ട് അന്വേഷിച്ചു പോകും. അതാണ് അന്വേഷിച്ച് നടക്കണേ. ആദ്യം ആരൂഢത്തിനെ വിലയിരുത്തുക. പ്രധാന ആരൂഢാണ്. ആരൂഢത്തിനെ വിലയിരുത്തുക, ആരൂഢാധിപനെ വിലയിരുത്തുക, ആരൂഢത്തേക്ക് ദൃഷ്ടി ചെയ്തതായിട്ടുള്ള ഗ്രഹങ്ങളെ വിലയിരുത്തുക. അല്ലേ? ഇങ്ങനെയല്ലേ പോണ്ടത്? ഇങ്ങനെയല്ലേ പോണ്ടത്? അതല്ല റൂട്ട്. അത് നിരോധനം എന്ന് പറഞ്ഞ ഒരു ഭാവം, ഒരു ചിന്ത. ആരൂഢത്തിനെ വിലയിരുത്തുമ്പോൾ ആരൂഢം കുട്ടി ചിങ്ങൻ രാശിയിൽ തന്നെ സ്വർണം വെക്കാൻ എന്താണ് അപ്പൊ നമ്മുടെ സൂര്യൻ ആരാണ്? സൂര്യന്റെ ക്ഷേത്രമല്ലേ ചിങ്ങം. കുട്ടി ഇത്രയും കുറെ നേരം അന്താളിച്ചിട്ട് അദ്ദേഹം വെച്ചോളാൻ പറഞ്ഞു. കുട്ടി കുറെ നേരം ഇങ്ങനെ നിൽക്കുക. എവിടെ വെക്കണം എന്ന് ഞാൻ അന്താളിക്കാൻ വെച്ചോളൂ എന്ന് പറഞ്ഞു. പിന്നെയാണ് കുട്ടി വീണ്ടും അവസാനം വേണ്ടേ? ചിങ്ങൻ രാശി എല്ലാവരും ആ കുട്ടിയും അന്താളിച്ച് നിൽക്കുകയാണ്. കറങ്ങി തിരിച്ച് ചിങ്ങൻ രാശിക്ക് എത്തി. രണ്ടാമത് പറഞ്ഞതിന് ശേഷം കുട്ടി വെച്ചത്. കുട്ടി എന്താ അത് കേട്ടിട്ടുണ്ടോ എന്നറിയില്ല. വെച്ചോളൂ എന്ന് പറയും. പക്ഷെ കുട്ടി വെച്ചില്ല. പക്ഷെ കുട്ടി തെരഞ്ഞെടുത്ത രാശി ചിങ്ങ. ആ ചിങ്ങൻ രാശിയുടെ ഫലം ആരാണ്? ആരൂഢാധിപൻ സൂര്യൻ. ഇവിടുത്തെ സൂര്യൻ ആരാണ്? സുബ്രഹ്മണ്യനാണോ? അല്ല ശിവനാണോ? അല്ല മറ്റേതെങ്കിലും ദേവതയാണോ? ആരാണ് കോപിച്ചു നിൽക്കുന്നത്? ആരാണ് കോപിച്ചു നിൽക്കുന്നത്? ആരുടെ കോപാണ് ഇവിടെ പറയേണ്ടത്? നമ്മൾ പറഞ്ഞു തുടങ്ങിയത് സൂര്യന്റെ ദുസ്ഥിതിയാണ്. ദുസ്ഥിതി. ആ സൂര്യന്റെ ദുസ്ഥിതിയിലേക്ക് ഉപോത്ബലകമായിട്ട് ഒരു പാപമധ്യവാസം കൂടെ ആരോപിക്കാൻ പറ്റുമോ? അതെ, വളരെ വ്യക്തം. പാർശ്വദ്വയസ്തേ ചതുരശ്രഗർഭ ത്രികോണഗർഭ സകലേശ പാപൈഹി ശുഭദേസ്തു വൃദ്ധിം സമാധിശയിൽ കാരകതോ വിശേഷാൽ. ഭാവം നശിച്ചു. പാപദ്വയം അത്യനശ്ചിതവും വേറൊരു ഭാഗത്തുണ്ട്. അല്ല, അങ്ങനെ അവിടെ പാപമധ്യസ്ഥിതിക്ക് ബുധനല്ലേ അവസാനം നിൽക്കണേ? അല്ല, അത് മാത്രമുണ്ട്. അത് മാത്രമല്ല, അല്ല വേറെയുണ്ട്. പാപമധ്യസ്ഥിതി വരുന്ന ഗ്രഹത്തിന് ഒന്നിക്ക് ആ ഗ്രഹത്തിനോ പാപമധ്യം എന്ന് പറയുന്ന ഏത് ഭാവങ്ങളാണ് അവിടെ വ്യാഴദൃഷ്ടി വന്നാൽ അതാ ഗ്രഹത്തിന് വരണ്ടേ? വേണമെന്നില്ല. ഭാവത്തിന് വരാം. രണ്ട് ഭാഗത്ത് നിൽക്കുന്നതിന് ഒരാൾക്ക് വരാം. അല്ല, ഉഗ്രഗ്രഹൈഹി സ്ഥിതചതുരശ്ര ശുക്രനാണല്ലേ ദൃഷ്ടി പറഞ്ഞത്. ശ്രോതാക്കൾക്ക് നമുക്ക് ഇവിടെ ഇപ്പം എന്താ വെച്ചാൽ നമുക്ക് മണിക്കൂറുകളേ ഉള്ളൂ. അല്ല, അദ്ദേഹത്തിന് ശനിയുടെ ഫലം നമുക്ക് മണിക്കൂർ ആ ഫലം പറയാത്തത് ആ സമയത്ത് പറയാത്ത അദ്ദേഹം ഒരു ഇടംകൊലിട്ടതുകൊണ്ടാ. താമ്പൂല അല്ലല്ലോ വേണ്ടെന്ന്. ഈ പറഞ്ഞ കുംഭൻ രാശി ആവുകയും താമ്പൂല ഗ്രഹം ശനി വരികയും ചെയ്താൽ ഓരോ ഗ്രഹങ്ങൾക്കും ഓരോ ദുഃഖായ ഭാവിക സുഖശാങ്ക വിഷ്ണുപുര കലകൾ ധനദൗത്യം ജീവവും ശുക്രോ അഭിലാഭിമലകത്ത് മരണായ മന്ദ
അല്ല മരണായം എന്താന്ന് ശരി വന്നു കഴിഞ്ഞാൽ മരണത്തിനായിക്കൊണ്ട് എന്നല്ലേ. അപ്പൊ അതിന് 3 ചതുർത്ഥിയല്ലേ? ചതുർത്ഥി വിഭക്തി ആയിക്കൊണ്ട് ചതുർത്ഥിച്ചാണ്. അതെ അല്ലേ? അപ്പൊ ഭാവിയിലേക്ക് അത് ഒരു ഭാവിയിലേക്കും കഴിഞ്ഞാലും ത്രികാലങ്ങളിലും പറയണം. 3 കാലങ്ങളിലേക്കും മരണായിക്കൊണ്ട്. അപ്പൊ മരണം കഴിഞ്ഞിരിക്കുന്നു, മരണം നടന്നുകൊണ്ടിരിക്കുന്നു, ഇനി വരാൻ പോകുന്നു. ആ ഒരു മരണം പറഞ്ഞിട്ട് വേണം പിന്നെ ബാക്കി കാര്യത്തിലേക്ക് നമ്മൾ പോകാം. ചർച്ച ചെയ്ത് ആരംഭിച്ചത് ഈ സൂര്യനിൽ നിന്നിട്ടാണ്. അതെ. അതൊന്ന് പൂർത്തിയാക്കിയിട്ട് അടുത്തേക്ക് പോയാൽ അതെ. സന്തോഷമാവും. അതാണ് ഞാൻ പറഞ്ഞ ആരൂഢത്തിനെ വിലയിരുത്തുക, ആരൂഢാധിപനെ വിലയിരുത്തുക, എന്നാലേ മറ്റു പോളൂ. അടുത്ത എന്താ പറഞ്ഞ ലഗ്നാൽ പഞ്ചമ ലഗ്നരന്ധ്ര പറയാ. അതെ, അതല്ലേ അധിപ സർവഭാവാനാം കാരക പരികർത്തിത. അതല്ലേ അങ്ങനെ നമുക്ക് പറയാനുള്ള എന്താ വെച്ചാല് അവിടെ ഇവിടെ തൊട്ടിട്ട് കാര്യമില്ല. നമുക്കിവിടെ ദിവസങ്ങളിൽ ഇപ്പൊ ഒരു ദിവസം പോയി, ഇനിയിപ്പോ 2 ദിവസമേ ബാക്കിയുള്ളൂ. അങ്ങനെ പോണോ? അതുകൊണ്ട് അധ്യക്ഷനാണ് തീരുമാനിക്കട്ടെ. ഇവിടുത്തെ സാധാരണ ഭക്തന്മാർക്ക് ഇവിടുത്തെ വിഷയം എന്താണെന്ന് ശരിക്ക് നമുക്ക് ഉപദേശങ്ങൾക്ക് എത്തിക്കാൻ കഴിയണം. അതിന് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അവരെല്ലാവരും സഹകരണത്തോട് ചെയ്യാൻ ഇടയാവണം. ഇതാണ് പ്രധാനമായത്. അത് അവിടെ നിന്ന് ഇവിടേക്ക് ഇവർക്ക് മതി, അവർ ഉത്തരവാദി തരുമല്ലോ. ഉത്തരവാദി തരുമല്ലോ. അവിടെ മൈക്കുണ്ട്. വർത്താനം പറയാൻ നേരത്തെ മൈക്കൊക്കെ പിടിക്കാൻ ചിലപ്പോൾ ആവേശം കൊണ്ട് മുന്നിൽ ഓർമ്മ. അവിടെ ഇത്രയേ ഉള്ളൂ. അവിടെ ഇപ്പോൾ പറഞ്ഞു ഇത്രയേ ഉള്ളൂ. താമ്പൂലാരൂടെ ശനി കാണിച്ചു തന്നു. താമ്പൂലാരൂടെ ശനിയാണ് കാണിച്ചു തന്നെ. ശനി ഉദിച്ചാൽ മരണഫലമാണ്. ആ മരണഫലത്തെ ഉദ്ദേശിക്കുന്നത് പ്രധാനമായിട്ട് കഴിഞ്ഞ കാലങ്ങളിൽ ആകുന്നു ചില മരണാദി ക്ലേശങ്ങൾ ക്ഷേത്രത്തിലേക്ക് വന്നിട്ടുണ്ട്. വർത്തമാന കാലഘട്ടത്തിൽ അങ്ങനെയുള്ള ചില ക്ലേശങ്ങൾ അനുഭവിച്ചു വരുന്നുണ്ട്. ഇങ്ങനെ പോയാൽ ഭാവിയിലേക്ക് മരണങ്ങൾ ഉണ്ടാകുന്ന ഒരു സൂചന തരുന്നു. തീർച്ചയായും അതാണ് അതിന്റെ പര്യവസാനത്തിൽ മാടപ്രാവ് വന്നിട്ട് സുഖമായിട്ട് ആ ഭസ്മം അടിച്ചു കൂട്ടിയിരിക്കണം. ഭസ്മം കണ്ടാൽ ഭസ്മം പ്രയോഗം എവിടെ കാണുന്നു അവിടെ വേണം ചിന്തിക്കണം. അപ്പോൾ അതുകൊണ്ട് എല്ലാ ആൾക്കാരും സാഗോദം കേൾക്കുക, സാവകാശം ചിന്തിക്കുക, എന്നിട്ട് വിഷയങ്ങളൊക്കെ ഉറപ്പിക്കുക. പരിഹാരം വളരെ വേഗം പറയാൻ പാടുണ്ടോ അതായത് ലഗ്നത്തിൽ ഇപ്പൊ മകരലഗ്നം, കുംഭലഗ്നം, തുലാലഗ്നം നിന്നാൽ അത് പറയാൻ പാടില്ല എന്നുള്ളത് സാഹചര്യം വെച്ച് നോക്കുമ്പോൾ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അധിഷ്ഠാർത്ഥോ രോഗി മദനർഷകോ അത്യന്തോ മലിനഃ. ശനിയെ കൊണ്ട് ശനിയെ കൊണ്ട് പറയാൻ പറ്റില്ല. അവിടെ പറയാൻ ലഗ്നാംശം കൊണ്ട് പറയാം. താമ്പൂല ലഗ്നം കൊണ്ട് പറയാൻ പറ്റില്ല. താമ്പൂല ലഗ്നാധിപതി ശനിയാണ്. അല്ല അദ്ദേഹം ഒരു ശങ്ക തീർത്തതാ. ലഗ്നാംശം കൊണ്ട് പറയാം, ശനിയെ കൊണ്ട് പറയാൻ പറ്റില്ല. രാശിർവ്യൂഹോ അഭേദോപചാരാൽ രാശിക്കും ഗ്രഹത്തിനും അഭേദമാണല്ലോ. അതാണ് അദ്ദേഹത്തിന്റെ പിടുത്തം. അതുകൊണ്ടാണ് നമുക്ക് പറയേണ്ട കാര്യമില്ല. പിന്നെ അധിഷ്ഠാർത്ഥോ രോഗി എന്ന് പറയുന്നത് ലഗ്നാംശം കൊണ്ട് പറയാം. അവിടെ ആരൂഢം ചിങ്ങൻ രാശിയായി ആരൂഢാധിപന് ദുസ്ഥിതി വന്നു. ദുസ്ഥിതിയുടെ ഫലവും പറഞ്ഞു. ഈ ആരൂഢത്തിലേക്ക് ശനിഷ്ഠ വന്നില്ലേ. അതാണല്ലോ മന്ദക്ഷാംശേ ശശിരൂപകേ മന്ദദിഷ്ടബ്ജകേവ തദ്യുക്തേവ സമസിശേനം നീച സംശ്ലേഷിച്ച ഭൂമവും. ചന്ദ്രന് വന്നാൽ നന്നായിരുന്നു തോന്നുന്നു. അല്ലാതെ ആരൂഢവും ലഗ്നം ചന്ദ്രൻ ഒരുപോലെ തന്നെ കാണണമെന്നാണല്ലോ പറയുക. ചന്ദ്രന് മാത്രമല്ല, ചന്ദ്രനുള്ള കാര്യം അങ്ങോട്ട് അന്വേഷിക്കാൻ പറയുന്നില്ല. ചോദിക്കണ ചന്ദ്രന് അതില്ലല്ലോ. ചന്ദ്രന് വേണ്ട, ആരൂഢത്തിലേക്ക് വന്നാലും മതിയല്ലോ. ഈ നമ്മളിവിടെ 10-13 ആൾക്കാർ അവർ കാണുന്നു. നമുക്ക് എന്താണ് ഇപ്പൊ പറയാനുള്ളത്? ദേവൻ ഇപ്പം സ്വസ്ഥനാണോ? എന്താണ് ഉത്തരം ശരിക്കും ആദ്യം പറഞ്ഞു. ദേവൻ സന്തുഷ്ടനല്ല. ദേവൻ സ്വസ്ഥനല്ല. അല്ല, എനിക്ക് സമാധാനമില്ല. ഭക്തജനങ്ങളെ കൊണ്ടും ഭരണീയരെ കൊണ്ടും ദേശവാസികളെ കൊണ്ടും ബന്ധപ്പെട്ടവരും ഒക്കെയായിട്ട് തന്നെ തനിക്ക് സമാധാനം ഇല്ല എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്താണ് നിങ്ങളൊക്കെ ചെയ്യേണ്ടത്? അതിവേഗം ദേവനെ സ്വസ്ഥനാക്കാൻ അന്വേഷിച്ച് ചെയ്യും. അതെന്നാന്ന് വെച്ചാല് സ്വസ്ഥനാക്കാൻ എന്താ ചെയ്യേണ്ടത്? അതെ അതെ അങ്ങനെ തന്നെ. അങ്ങനെയല്ല, പ്രകരണം അങ്ങനെയാണല്ലോ. അതെ അങ്ങനെ തന്നെ. സുസ്ഥനാണോ ദുഷ്ടനാണോ എന്ന് പറയുമ്പോ പ്രകരണത്തിൽ നിന്നുകൊണ്ട് വേണ്ടേ. അപ്പൊ അതാണ് അപ്പൊ ലഗ്നാധിപതി ദുസ്ഥിതിയാണ് അല്ലേ? അങ്ങനെ വരുമ്പോ ആ ദുസ്ഥിതി കൊണ്ടുള്ള ദുരിതങ്ങൾ ഇന്ന്
ക്ഷേത്രത്തിലും ക്ഷേത്രവിദ്യകളും അനുഭവിക്കാൻ ഇടവരും. ആയതുകൾ ഇതെന്നാന്നറിയോ, നിങ്ങളിതൊക്കെ ഈ ദേശവാസികളായ ആൾക്കാർ ഇതൊക്കെ അനുഭവിക്കണം, അത് ഞങ്ങൾക്കറിയാം. പക്ഷെ ഇത് ഇവരുടെ വായിൽ നിന്ന് വരുമ്പോഴേ ഒരു സുഖമുണ്ട്. അല്ല, നമ്മൾക്ക് നമ്മുടെ സൂര്യ ടി വി ഇവിടെ അല്ലേ? അതെ ഇവിടെ അതെ. അറിയാമെങ്കിലും ലഗ്നാധിപൻ ദുഷ്ടനായതുകൊണ്ടും ഒക്കെ ഇവിടെ അനിഷ്ട സംഭവങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്, വർത്തമാനങ്ങളിൽ അനുഭവിച്ചു വരുന്നു. ഭാവി കാലങ്ങളിൽ ഇങ്ങനെ പോയാൽ അതിന് സാധ്യത കൂടുതലുണ്ടെന്ന് കണ്ടതുകൊണ്ട് നമ്മൾ എത്രയും വേഗം ഈ ദോഷങ്ങളുടെ കാര്യങ്ങളും കാരണങ്ങളും കണ്ടുപിടിച്ച് പരിഹാരം ചെയ്ത് ദേവന് സാന്നിധ്യപുഷ്ടി വരുത്താനുള്ള ഒരു സൽക്കർമ്മ വിഷയത്തിലേക്ക് പോകുക എന്നുള്ളതാണല്ലോ അതിൻ്റെ. അതൊരു വ്രതബാധ്യയോട് പോയാൽ മാത്രമേ നടക്കുമെന്ന് കാണുന്നുണ്ട്. കാരണം നമ്മുടെ താമ്പൂല രാശി സ്ഥിരരാശിയാണ്. നിങ്ങൾ സ്ഥിരരാശി ലഗ്നഗതിയെ സ്ഥാനപ്രാപ്തി മതി എന്ന ഗമനം രോഗോൽപ്പത്തിർനാശോ ദ്രവ്യാണാശാൽ പരാഭവോ നാത്ര. ഉള്ള തൂക്കേട് മാറുകയില്ല, പുതിയായിട്ട് വരികയില്ല വിചാരിക്കാം. പക്ഷേ ഉള്ള തൂക്കേട് മാറുകയില്ല എന്നാണ് കാണുന്നത്. അതിന് നിങ്ങൾ വ്രതബദ്ധരായിട്ട് ഇവരൊക്കെ മുമ്പിൽ നടത്തിക്കുന്നവർക്ക് മുമ്പിൽ നടത്തിയിട്ട് മുമ്പിലും പിമ്പിലും നിങ്ങളൊക്കെ നടന്നിട്ട് ഇത് നേരെയാക്കാൻ നോക്കണം. ഇതൊരു യജ്ഞമാണ്. എത്രയോ കാലത്ത്, എനിക്കിപ്പോൾ കുറച്ച് വയസ്സായി, ഇത്രയും കാലത്തിനിടയ്ക്ക് ഇവിടെ നിന്ന് ഇത്രയും ദൂരത്ത് വന്ന് കാണാൻ ഇന്ന് പങ്കെടുത്ത്, അതായത് നമ്മൾ ഓരോരോ വാക്ക് ഈ ഭഗവാന്റെ പാദത്തിലേക്കുള്ള പുഷ്പാർച്ചനയായി കാണണം ദൈവജ്ഞന്മാർ. ഇത് കണ്ട് മറ്റൊരു മനസ്സിലാക്കി ചെയ്യണം. ഇതാണ് നിങ്ങൾ മനസ്സിലായല്ലോ. തന്ത്രി രാശിപൂജ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ആരാ രാശിപൂജ അവസാനിപ്പിച്ച അവിടെ? പ്രാവ് വന്ന ഭസ്മങ്ങൾ തട്ടിത്തെറിപ്പിക്കുക. ഭസ്മങ്ങളൊക്കെ ഭസ്മം തെറിച്ചാൽ എന്താ സാധാരണ ഫലം പറയുക? അവിടെ മരണക്ലേശങ്ങൾ ഇനിയും കണ്ടമാനം ആവർത്തിക്കാൻ സാധ്യതയുണ്ട്. വേണ്ടധികം മരണങ്ങൾ സംഭവിച്ചു. അത് അവിടുന്ന് ഇവരൊക്കെ പറഞ്ഞോളൂ ഇങ്ങനെയൊക്കെയുള്ള മരണങ്ങൾ. കാരണം സത്യമായി അത് എന്നോട് പറയണ്ടെന്ന് വിലക്കി ഫലിച്ചു പോയാലോ? വേണ്ട. അപ്പൊ ആവട്ടെ, നമ്മൾ ഫലം പറയാനാ വന്നിരിക്കണം. ഫലം പറഞ്ഞിട്ടേ പോവും. ഈ ദൈവജ്ഞത്വം എന്ന് പറയുന്നതല്ലേ, ദൈവജ്ഞൻ പറയുന്നതായിരിക്കുന്ന ഗ്രഹഗോചരങ്ങളെ കൊണ്ടും നിമിത്തങ്ങളെ കൊണ്ടും അപ്പോഴുണ്ടാകുന്ന മമചിത്തെ അങ്ങ് പ്രാർത്ഥിച്ചു വെച്ചാൽ എൻ്റെ മനസ്സിൽ ഇതിൻ്റെ സത്യസന്ധമായിട്ട് ഉദിപ്പിക്കണമേ എന്ന് പറയുമ്പോൾ അങ്ങയുടെ ഇല്യൂഷൻ അങ്ങൊരു പ്രധാന ഘടകമാണ്. ചില നല്ല ഫലങ്ങളൊക്കെ അനുഭവിക്കട്ടെ, അനുഭവിക്കാതിരിക്കട്ടെ. അതെ ഈശ്വര എന്നാലേ പറയാൻ പറ്റും. ഇനി അങ്ങ് അദ്ദേഹം ചിന്തിച്ച ആ ചൈതന്യ വിഷയം, ലഗ്നാൽ പഞ്ചമലഗ്ന രന്ധ്രമതയ അന്യോന്യ പ്രതിദിനം സാന്നിധ്യപൂർണ്ണസ്ഥിതി സൗമ്യശ്ചൽ പ്രഭവന്തി ശോഭനകരാഹ ഭാവശ്ചൽ പ്രഭവന്തി അശോഭനകരാഹ നീചാരികാവായതി. അപ്പൊ ലഗ്നാധിപനായ ആദിത്യനും 5-8 ഭാവാധിപനായ വ്യാഴവും തമ്മിലുള്ള ബന്ധമാണല്ലോ അതിന്റെ പരിശോധന. അതാണ് പരിശോധിക്കേണ്ടത്. അപ്പൊ അതിന്റെ വിഷയത്തിൽ ഇപ്പൊ 2 നിയമങ്ങൾ പറഞ്ഞിട്ടുണ്ട്. രാശോസ്ഥിതർ മിഥോയോഗോ ദൃഷ്ടി കേന്ദ്രീക്ഷ സംസ്ഥിതി എന്നൊരിടത്തും തദ്ദൃഷ്ടി തത്സകത്വം തദീയ ഭവനസ്ഥിതി എന്ന് മറ്റൊരിടത്തും പറഞ്ഞിട്ടുണ്ട്. ലഗ്നാധിപനായ ആദിത്യനും 5-8 ഭാവാധിപനായ വ്യാഴവും തമ്മിൽ പരസ്പര കേന്ദ്രത്തിലുള്ളത് കൊണ്ട് നൈസർഗികമായ ചൈതന്യങ്ങൾ ഇവിടെ നിലനിൽക്കേണ്ടതാണ്. ആരൊക്കെ വിചാരിച്ചാലും ഒരിക്കലും നശിക്കാത്തതായ ഒരു അപരിമേയമായ ചൈതന്യം ഉള്ള സങ്കേതമാണ് എന്ന് പറയണം. അങ്ങനെയാണെങ്കിൽ ചത്തത് കീചകനെങ്കിൽ അപ്പൊ ഇങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ ഒരു ചൈതന്യോട് അവശേഷിക്കുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കൈകൊണ്ട് വെച്ചതായിരിക്കണ്ടേ? തീർച്ചയായിട്ടും. വിശേഷിച്ച് 9 നിൽക്കുന്ന വ്യാഴല്ലേ, അതാണല്ലോ ഭാഗ്യാധിപോ വിലക്തേ ഭാഗ്യാധിപോ വിലക്തേ ദുശ്ചിൽകേവാവി ധർമ്മകേവാവി ബലവത്തുച്ചകോവാവി മാനവാശ്രേഷ്ഠ. ഈ ദേവന്റെ ആവിർഭാവത്തിന്റെ പുറകിൽ ഒരു കരം, ഒരു ശക്തി, ഒരു തേജസ്. അതാണല്ലോ 9 നിൽക്കുന്ന വ്യാഴം അല്ലേ? അതിന്റെ ഫലമാണല്ലോ. അപ്പൊ അങ്ങനെ പണ്ട് കാലത്ത് എന്തോ ഒരു ശ്രേഷ്ഠനാൽ അല്ലെങ്കിൽ ഒരു തപസ്യാൽ കണ്ടെത്തപ്പെട്ട അല്ലെങ്കിൽ കുടിയിരുത്തപ്പെട്ട ആ ചൈതന്യത്തിന്റെ നൈസർഗിക ചൈതന്യം ഇവിടെ നിലനിൽക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ കാലാകാലങ്ങളിൽ ഇവര് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്യാത്തത് കൊണ്ട് ദേവൻ ദുസ്തുതിയായി എന്നാ പറയാം. അതായിരിക്കില്ലേ അവിടുന്ന് ഗുളികനോട് ചേർന്നായിരിക്കുന്ന ശനിദൃഷ്ടി. അല്ല, ശനിദൃഷ്ടി ആർക്ക്? വ്യാഴത്തിന് ഗുളികനോട് ചേർച്ചയും ശനിയുടെ ദൃഷ്ടിയുണ്ട്. ഒരു സ്ഥലത്ത് അങ്ങനെയല്ലേ പറഞ്ഞത്? എന്താ പറഞ്ഞത്? ഒരു ആവികാരത്തിൻ്റെ പദ്ധതി ഒരു സ്ഥലത്ത് പറഞ്ഞിരിക്കുന്നു. തുടക്കം എന്തായിരുന്നു? അപ്പോൾ ആരൂഢം തുടക്കം ഹൃദയാരൂഢ ചന്ദ്രാണാം ഗുളികയെ ക്ഷുദ്രം വിഭവമുണ്ടെങ്കിൽ. അപ്പോൾ അത് ആ വ്യാഴത്തെ കൊണ്ട് മാത്രമല്ല, എന്താണ് ഇവിടുത്തെ ചരേ പുരാതനം. പഴയ കാലത്ത് ഇതൊക്കെ നടന്നെങ്കിൽ കൂടി പിന്നെ ഒന്നുകൂടി ഉണ്ടായി ഇവിടെ. അത്
ലേശം കോപിച്ച ബ്രാഹ്മണന്മാരുണ്ടായ ചില ദുർമന്ത്ര പ്രയോഗം നടന്നു എന്ന് കാണിച്ചു. അല്ല, ഈ വ്യാഴത്തിന് ഗുളികന്റെ ബന്ധം വരുമ്പോ ഒരിടത്ത് പറഞ്ഞു അതെ. ഈ അല്ല ബ്രാഹ്മണൻ പിണങ്ങി പോയി എന്നൊക്കെ പറയാവുന്ന അതിന്റെ അവസാനത്തിൽ ആയാനം അപ്പൊ ആരാണോ അങ്ങനെയാണെങ്കിൽ അനുഭവം ഉണ്ടോ നോക്കണ്ടേ? ഉണ്ടാവും. ഇവിടെ ഉണ്ടെങ്കിൽ അവിടെ ഉണ്ടാവും. ഗുളികന്റെ ബന്ധം ഉണ്ടെങ്കിൽ വ്യാഴത്തിന് ഗുളിക ബന്ധം ഉണ്ടെങ്കിൽ ഇവിടെ ഉണ്ടല്ലോ. ഉണ്ടായല്ലേ, അതല്ലേ ചെറിയ തോതിലാണെങ്കിലും ചെറിയ പരിഭവം. ഇവിടെ ഉണ്ടെങ്കിൽ ഇവിടെ അതെന്താ വെച്ചാൽ സ്വർണ്ണ ഈ രാശിചക്രത്തിൽ ഒരു ചെറിയ പുൽക്കൊടി കണ്ടാൽ അവിടെയുള്ളത് വൻമരമാണെങ്കിൽ, രാശിചക്രത്തിൽ ഒരു തുള്ളി വെള്ളം കണ്ടാൽ അവിടെ ഗംഭീരമായ പൊയ്താണെങ്കിൽ ചെറുതായിട്ട് പഴയ കാലത്ത് ഇവിടെ ആചാര്യന്മാർ തമ്മിൽ വീട്ടില് മക്കൾ തമ്മിൽ തല്ലുണ്ടാക്കിയാൽ അമ്മയാണ് പക്ഷം. മരം കുഴങ്ങി വീഴുകയോ അമ്മയ്ക്ക് ആദ്യം പക്ഷെ നിൽക്കാൻ പറ്റൂല. അതിന്റെ ലക്ഷണമായിട്ട് എന്താ പറയാ, ഏതെങ്കിലും ഒരു വൃക്ഷത്തിന്റെ ശിഖരം ഒടിഞ്ഞു വീഴുകയോ മരം ഒരൊറ്റ സംശയമാണ് ചോദിക്കുന്നത്. പൊട്ടി വീഴാണോ ചെയ്തത്, വീഴാണോ ചെയ്തത്? ശരാശരിയല്ലേ? ഏത് ദിക്കിലാന്ന് കൂടെ പറയണേ. അത് പറഞ്ഞുതരാം. അത് എങ്ങനെയാണോ വീണത്? അതല്ലേ മേടൻ രാശി ആയതുകൊണ്ട് മൂലത്തോട് കൂടി പോവാം. ചരരാശി ഭഗ്നത വരില്ല. അങ്ങനെ ഫലം ഉണ്ടോ എന്ന് ഇവരോട് ചോദിക്കണം. ഇവിടെ ഉണ്ടെന്ന് അവിടെ ഉണ്ടാവോ? ഇവിടെ ഉണ്ടാവും, ഇവിടെ ഉണ്ടെന്ന്. പിന്നെന്താ അവിടെ ഉണ്ടോ ചോദിക്കേണ്ട കാര്യമില്ല. അവിടെയല്ലേ പറയാ. അവിടെ ഉണ്ടെങ്കിൽ അവിടെ ഉണ്ടാവും. കുട്ടി സ്വർണം വെച്ചതല്ലേ, അതിന്റെ വ്യാഴം ഗുളിക നിൽക്കുന്ന വിഷയത്തിലേക്ക് പോകേണ്ടത് പൂർവ്വകാലത്ത് തപസ്വിയായിരിക്കുന്നയാളുടെ ഒരു മനസ്താപം ഉണ്ടാവുകയും ബ്രഹ്മഹത്യാ ദോഷവും അവരെ ആ ശാപതാപ ദുരിതങ്ങളും ഇവിടെ കിടക്കുന്നത് ഇന്നത്തെ ആചാര്യന്മാർ തമ്മിൽ പോലും വൈരുദ്ധ്യമാകുന്നതായ അവസ്ഥയ്ക്ക് അടിവരയിട്ട് പറയാൻ പറ്റുന്ന കാര്യം, അടിവരയിട്ട് പറയാവുന്ന കാര്യം. അത് പഴയ കാലത്ത് പോരുന്ന ഒരു ദുരിതം യഥാവിധി പരിഹരിക്കപ്പെടാണ്ട് കിടക്കുന്ന ഉറപ്പാണ്. ചരരാശിയാണ്, കൃതികരാശി അത്രയും പോയതാണ്. അതെ. അപ്പൊ അങ്ങനെയാകുമ്പോൾ ഒരു ആചാര്യനെ വല്ലാണ്ട് ക്ലേശിപ്പിച്ചതായിരിക്കുന്ന വിഷയം കൂടെ ഉണ്ട്. അദ്ദേഹം ദേവന് ചൈതന്യം കൊടുത്ത ആൾ തന്നെയായിരിക്കും. കാരണം 9ലാണ് നിൽക്കുന്നത്. ഞാൻ അതിലൊരു കാര്യം കൂടെ പറയാം. അതെ, ഒറ്റ മിനിറ്റ്. നമ്മൾ ഏതൊരാളും നമ്മളൊക്കെയും 2 പ്രാവശ്യം ജനിച്ചവരാണ്. നമ്മൾ എത്ര തവണ? 2 പ്രാവശ്യം. അതെ. ആദ്യം നമ്മൾ അച്ഛനിലും ജനിക്കുന്നു, അവിടുന്ന് 280 ദിവസം എടുത്ത ദിവസം അമ്മയിലും ജനിക്കുന്നു. 2 പ്രാവശ്യം നമ്മൾ ജനിക്കുന്നു. ആദ്യ ജനനകാലത്ത് ആദ്യ പ്രതിഷ്ഠാ സമയത്ത് ഒരു വൈപരീത്യം വന്നതിന് ഇപ്പോഴും പരിഹാരം സമൃദ്ധമായിട്ട് തീർച്ചയായിട്ടും. അത് ഇവിടുത്തെ ഏതോ ചില രാജവംശക്കാരും ഇടപെട്ട് മധ്യസ്ഥാക്കാൻ നോക്കിയിട്ടും പൂർണ്ണമായി വിജയിക്കാൻ സാധിച്ചിട്ടില്ല. അതെ. ഇതിപ്പോ നമുക്ക് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം നമുക്കറിയാം. അതെ, തീർച്ചയായിട്ടും. ഇവിടെ ശനിക്ഷേത്രം ആരൂഢായി. അതെ, താമ്പൂലാരൂഢം. അതെ. ഈ പ്രശ്നാരൂഢത്തിൽ എന്റെ സംശയമാണ്. എല്ലാവരും സംശയം തന്നെയാണ്. മാത്രമേ ഉള്ളൂ. ചിങ്ങൻ രാശി ആരൂഢമായിട്ട് കേന്ദ്രത്തിൽ ഏറ്റവും ബലമുള്ള ഗ്രഹം ശനിയാണ്. പ്രസ്തുത ശനി 7ാമത്തെ ഭാവത്തിൽ വരികയും 7ാമത്തെ ഭാവം രാജയോഗപ്രദനായിട്ട് സാമാന്യേന താമ്പൂലാരൂഢായിട്ട് വരികയും ഈ ശനി അങ്ങ് പറഞ്ഞതായിരിക്കുന്ന വ്യാഴത്തിനെ ദൃഷ്ടി ചെയ്യുകയും ചെയ്തപ്പോൾ പഴയ കാലത്തിലേക്ക് ശാസ്താവിനെ ആരോപിക്കേണ്ട വല്ല കഥയുണ്ടോ? അവിടെയാണോ അങ്ങ് പറഞ്ഞതായിരിക്കുന്ന ദേവശാപങ്ങളും ബ്രാഹ്മണ ശാപങ്ങളും സംഭവിച്ചിട്ടുണ്ടാവാൻ സംശയം മാത്രമാണ്. അത് അവർ കണ്ടൊക്കെ നമ്മൾ ഒരു നിരാകരിക്കുന്നില്ല. അത് അവസാനിപ്പിക്കട്ടെ. ഇതിന്റെ ആവിർഭാവ കാലത്ത് ദുരിതാനുഭവം ഈ ആചാര്യനും ബ്രാഹ്മണന്മാർക്കും ഉണ്ട് എങ്കിൽ ഈ ദേവതയുടെ വളരെ പ്രാചീനമായിരിക്കുന്ന കാലത്തുണ്ടാകുന്ന വൈപരീത്യം ബാധിച്ചിട്ടുണ്ടാവുമോ എന്നുള്ളതാണ് സംശയം. അത് ശാസ്താവുമായി ബന്ധപ്പെട്ടതാണെന്ന് സംശയിക്കണം. മാർത്താണ്ഡോദയ ദൃഷ്ടി കേന്ദ്രകഥയാണെന്നുള്ളതായിരിക്കുന്ന നിയമം ഉള്ളിൽ വെച്ചിട്ടാണ് പറയുന്നത്. അല്ല, അത് ശരി, നോക്കാം. ഉണ്ടല്ലോ ദേവം പറഞ്ഞിരിക്കുന്ന പരമന്ദിരസ്ഥിതി എന്ന് വെച്ചാൽ എന്റെ വീട്ടിലല്ല താമസം എന്നല്ലേ. അദ്ദേഹം ചോദിച്ചത്
ഈ സ്വർണ്ണാരൂഢത്തിന് ഏറ്റവും ബലവാനായ ഗ്രഹമായ ശനി കേന്ദ്രത്തിൽ ബലവാനായിട്ട് നിൽക്കുക. ആ ശനി താമ്പൂലാരൂഢ ആരുക. അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ശാസ്താവിനെ പരിഗണിക്കാത്തതിന്റെ ഒരു ഗൗരവകരമായ വിഷയം ആദ്യത്തെ പാരമ്പര്യ തന്ത്രിയിലേക്ക് അനുതൽ ഒരു വാക്കിലംഘനാണല്ലോ. ഇങ്ങനെയൊക്കെ ചെയ്തോളാന്ന് നിശ്ചയിച്ചതിന്റെ അതിലേക്ക് ഒരു കാരണം കൂടെ പറയാനുണ്ട്. ഒരു അവസരം തരികയാണെങ്കിൽ ഇവിടെ സുബ്രഹ്മണ്യ സ്വാമിയാണ് വിഷയം. ഈ ചൊവ്വയും വ്യാഴം കൂടിയാണ് പരിവർത്തനം. ഇപ്പൊ സുബ്രഹ്മണ്യൻ ഒരു പരിവർത്തനത്തിന് വിധേയമാണെങ്കിൽ ഈ സുബ്രഹ്മണ്യനും മുമ്പേ ശാസ്താവിന്റെ ഒരു കഥ കേട്ടുണ്ടാവുമോ എന്നാണ് സംശയം തോന്നുന്നത് കേട്ടോ. സംശയം മാത്രമാണ്. അതെ അതെ ഞാൻ സംശയമാണ്. പക്ഷെ അതിൽ നമുക്ക് സാധാരണ പ്രമദൃഷ്ടിയ നമുക്ക് ചരസ്ഥിരോപയത്വാദി വിഷയങ്ങളാണല്ലോ കാലത്തിന് നമുക്ക് കാരണം. ശനി സ്ഥിരരാശി നിൽക്കുന്നു എന്നുള്ളത് അങ്ങനെയാണല്ലോ, ശനീശ്വരനാണ്. ഏതായാലും അത് വാദമുണ്ട്, അത് പോവില്ല. അങ്ങയുടെ ചോദ്യം ഇപ്പോഴുണ്ട്, അതിന് ഉത്തരം തരാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്. നമ്മളെല്ലാവരും സംശയം മാത്രമാണ് വിചാരിക്കുന്നത്. നോക്കാം. കാരണം ആരൂഢപതിയുടെ ആശ്രയപതി ശനിയാണ്. ആരൂഢപതിയുടെ പരമന്ദിരസ്ഥിതി എന്നുള്ളതായിരിക്കുന്ന വൈരക്ഷകേ ഉപനിഷം സുധമിത്ര ഭാര്യ എന്നുള്ളതായിരിക്കുന്ന ആ ഫലവും കൂടെ ചേർത്ത് വായിക്കുമ്പോൾ ഒരു കാലഘട്ടത്തിൽ സുബ്രഹ്മണ്യോട് ആശ്രയിക്കപ്പെട്ടതായ പൂർവ്വചരിത്ര വിഷയത്തിൽ ഉണ്ടാവണം. അദ്ദേഹം പറഞ്ഞു വന്ന വിഷയം സുബ്രഹ്മണ്യൻ ആഗന്തുകാണോ ശാസ്താവ് അടിസ്ഥാനപരമാണോ എന്നുള്ളതായ ഒരു സംശയമുണ്ട്. എന്റെ സംശയമാണ്. ശ്രീകടാക്ഷ നിലയ പ്രഭുരാഢ്യം ചിത്രവസ്ത്ര കനകാഭരണേശ്ച പാർത്ഥിവാപ്ത ബഹുമാന സത്യോ ജ്ഞാനവിത്ത സുഖാൻ മഹദാഖ്യ. കാരണം ആരൂഢാധിപതി സൂര്യനാണ്. ആ സൂര്യൻ ശനിക്ഷേത്രത്തിൽ ഉദിച്ചു. പിന്നെ അഷ്ടമാധിപനായിട്ടുള്ള വ്യാഴം, ആ വ്യാഴം 9ാം ഭാവത്തിൽ വന്നു. അങ്ങനെയാണെങ്കിൽ ഒരു ബിംബത്തിന് തന്നെ 3 ചൈതന്യത്തെ കാണിക്കാനുള്ളതായിട്ടുള്ളൊരവസ്ഥ. ഒന്ന് സൂര്യനാണെങ്കിൽ മറ്റൊന്ന് ജീവസ്തു നാരായണ വിഷ്ണു. അങ്ങനെ ഒരു ബിംബത്തിൽ 3 ചൈതന്യത്തെ കാണിക്കുന്നതായിട്ടുള്ളൊരു നിയമം പറഞ്ഞില്ലേ. സുബ്രഹ്മണ്യനാണ്. സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ പ്രശ്നം വെച്ചിട്ട് ചിങ്ങൻ രാശി ആരൂഢം. ആ ആരൂഢാധിപൻ ശനിക്ഷേത്രത്തിലെ സ്ഥിതി. ആ പിന്നെ ആരൂഢത്തിന്റെ 9ാം ഭാവത്തിലെ അഷ്ടമാധിപനായിട്ടുള്ള വ്യാഴം അത് ജീവസ്തു നാരായണ. അപ്പൊ ശിവൻ, വിഷ്ണു, സുബ്രഹ്മണ്യൻ. അപ്പൊ ഒരു ബിംബത്തില് കർത്താവ് സുബ്രഹ്മണ്യനാണെങ്കിൽ അതിൽ 3 ചൈതന്യത്തെ കാണിക്കുന്ന വിഷയം ഉണ്ടോ എന്നുള്ളത് കൂടിയാണ് അതിലൊരു സംശയമാണ്. ഈ 3 ഘടകങ്ങൾ, 3 സാന്നിധ്യങ്ങൾ ഒരു ബിംബത്തിലേക്ക് വിഷയിപ്പിക്കാൻ എന്താ ഒരു നിയമം? ഇപ്പോൾ ഈ ചൈതന്യം ഒരു ബിംബത്തിലേക്ക് ആരോപിച്ചില്ലെങ്കിൽ ഈ 3 സാന്നിധ്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാൽ മതി. അല്ലാതെ ഒരു ബിംബത്തിലേക്ക് ആരോപിക്കേണ്ട കാര്യമില്ലല്ലോ. അതായത് ഈ പറഞ്ഞ പോലെ സുബ്രഹ്മണ്യനിൽ തന്നെ 3 ബ്രഹ്മാവ്, ഈ പറഞ്ഞ വൈഷ്ണവവും ശൈവവുമായി കിട്ടുന്ന ചൈതന്യ വിശേഷം ആരോപിക്കുന്നതിന് പകരം ഈ പറഞ്ഞതായിരിക്കുന്ന ആദിത്യൻ ശിവനായിട്ട് കാരകത്വം ചിന്തിക്കുകയും വ്യാഴം കാരകത്വം വിഷ്ണുവായിട്ട് ചിന്തിക്കുകയും ലഗ്നം അതുപോലെ തന്നെ ചൊവ്വയെ കൊണ്ട് സുബ്രഹ്മണ്യനെ ചിന്തിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞതായിരിക്കുന്ന ദേവതകളെ തത്തുല്യമായി പരിഗണിക്കേണ്ട ഒരു സ്ഥാനമാണ് ഇവിടെ ഒന്ന് വന്നാൽ പോരെ. അല്ല, അപ്പൊ അത് അതിലെ ഒരു സംശയം അതല്ല. അതെ, അപ്പോ ആരൂഢാധിപതി തന്നെയാണ് സുബ്രഹ്മണ്യൻ. ആദിത്യൻ തന്നെയാണ് സുബ്രഹ്മണ്യൻ. കാരകത്വം ദേവാഭാഗ്നി എന്ന് പറഞ്ഞുകൊണ്ട് കാരകത്വം പറഞ്ഞു. ഇവിടെ ഇന്നിപ്പോ സുബ്രഹ്മണ്യൻ ആദിത്യനാണ്. അല്ലാതെ സൂര്യനെ കൊണ്ട് എങ്ങനെ പറയാൻ മനസ്സിലാവുന്നില്ല. ഏത് സ്വർണ്ണാരൂഢത്തിന്റെ ആധിപത്യം കിട്ടിയത് അധിപതി ആദിത്യല്ല. ആ ആദിത്യന്റെ സുബ്രഹ്മണ്യനാണ്. മറ്റു ജ്യോതിഷന്മാരുടെ അല്ലല്ല, അത് അങ്ങോട്ട് കൊടുക്കല്ലേ. സുബ്രഹ്മണ്യനാവുന്ന സ്വയംപ്പെടുത്താം. അല്ല, അതുകൊണ്ട് സുബ്രഹ്മണ്യനാവണമെന്നുണ്ടോ? അല്ല, കേന്ദ്രത്തിൽ ശിവനെ പറയുന്നത് അദ്ദേഹം ഒരു സുബ്രഹ്മണ്യ സ്വാമിയുടെ ക്ഷേത്രത്തിൽ പ്രശ്നം വെച്ചപ്പോ
ചിങ്ങൻ രാശി കിട്ടിയാലും ആ ചിങ്ങൻ രാശിയുടെ അധിപൻ തന്നെ ഒരു സുബ്രഹ്മണ്യൻ അല്ലേ എന്നുള്ളൊരു ഉദ്ദേശത്തിൽ അദ്ദേഹം ചോദിച്ചത്. അങ്ങനെ വേണമെന്നാണ്. അതിനൊരു ഉത്തരത്തിന് അതോട് ഞങ്ങൾ തന്നെ ഇതിനകത്തിരിക്കുന്ന സദസ്സിരിക്കുന്നത് ആരാണെന്ന് നമുക്കറിയില്ല. തന്ത്രീശ്വരന്മാരുണ്ടാവില്ലേ ഇവിടെ? ഉണ്ടാവില്ലല്ലോ. നമുക്കിപ്പോൾ ഇവിടെ പല ക്ഷേത്രങ്ങളിലും രാവിലെ ആ മൂർത്തിയെ ഒരു ധ്യാനത്തിലും മൂലമന്ത്രത്തിലും പൂജിക്കുന്നു, ഉച്ചയ്ക്ക് മറ്റൊരു ധ്യാനമന്ത്രം കൊണ്ട് പൂജിക്കുന്നു, വൈകുന്നേരം മറ്റൊന്നും. അതെ, ശ്രീ ചോറ്റാനിക്കരയുണ്ട്. ചോറ്റാനിക്കര രാവിലെ അമ്മ സരസ്വതി ഭഗവതിയാണ്. നമ്മുടെ ചേർപ്പിൽ ഒരു അയ്യപ്പ ഭഗവാനുണ്ട്. സത്യമായിട്ടുള്ള കാര്യമാണ്. ഇവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മാവിൻ്റെയും വിഷ്ണുവിൻ്റെയും ശിവന്റെയും കൂടെ ചേർന്നുള്ള ചൈതന്യം ഉൾക്കൊള്ളിച്ചിട്ടുള്ളതാണ്. അതാണ് ചിങ്ങമാസത്തിൽ തിരുവോണ മാറാട്ടായിട്ട് സാധാരണ ഈ വൈഷ്ണവമായിട്ടുള്ള ചൈതന്യം ചിങ്ങമാസത്തിൽ തിരുവോണം. അപ്പൊ ആ ചൈതന്യത്തിനെ സങ്കല്പിച്ചാണ് ചിങ്ങമാസത്തിൽ തിരുവോണം മാറാട്ടായിട്ട് 10 ദിവസത്തെ ഉത്സവം നടത്തുന്നത്. ചിങ്ങമാസത്തിലെ തിരുവാതിര അത് സാധാരണ തിരുവാതിരയ്ക്ക് ഇവിടെ ധനുമാസ തിരുവാതിര ആറാട്ടായിട്ട് 10 ദിവസത്തെ ഉത്സവം നടത്തുന്നു. അതുകൂടാതെ ഈ എന്താ പറയുക, ഈ മറ്റ് കലാപരിപാടികളുള്ളൂ, മറ്റേതൊക്കെ താന്ത്രികമായിട്ടുള്ള ധർമ്മം മാത്രമേ ഉള്ളൂ. ഈ ചിങ്ങന്റെ ധനുവിലെ അകത്താൽ യന്ത്രങ്ങൾ മാത്രം ഈ വേണത്തിലെ വിഷു ഒഴിയാനായിട്ടുള്ളതിനായി അകത്താലിയങ്ങളും പുറത്താലിയങ്ങളും ഒരുപോലാണ്. അപ്പൊ ഈ 3 ചൈതന്യങ്ങളും കൂടെ ചേർന്നിട്ടുള്ള ഒരു സങ്കല്പമാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. പരശുരാമന്റെ ദേവാലയമൊക്കെയായിരുന്നു ഒരു വിഗ്രഹം കേട്ട് കഴിയാണ്. അദ്ദേഹം സ്വർഗാരോഹണം നടക്കുന്ന സമയത്ത് ഈ കാര്യങ്ങളൊക്കെ നിക്ഷേപിച്ചു പോകുന്നു. ഇത്ര കാലം കഴിയുമ്പോൾ ഇതുണ്ടാകുമെന്നും ആ സമയത്ത് പ്രതിഷ്ഠിക്കണമെന്ന് പറഞ്ഞനുസരിച്ച് അന്ന് ഒരു ദിവ്യനായിട്ട് പ്രതിഷ്ഠിക്കപ്പെട്ടു. അത് സാക്ഷാ ഭഗവാൻ തന്നെ ആയിരുന്നു. ഗീതം ചെയ്ത സ്ഥലമായിരുന്നു, ഹരിപ്പാടായിരുന്നു. അപ്പൊ ഈ മുമ്പ് വേറെ സംശയം നേരത്തെ ശാസ്താവായിരുന്നു എന്നൊരു സംശയം നിങ്ങൾക്ക് എന്തായിരുന്നു? ശാസ്താവിനെ പ്രതിഷ്ഠിക്കണം വിചാരിച്ചാണ് ഉദാഹരണങ്ങളൊക്കെ അന്നത്തെ ഉദാഹരണക്കാരുടെ ജനങ്ങൾക്ക്. അപ്പോൾ എല്ലാവർക്കും സ്വപ്നദർശനം ഉണ്ടായതാണ്. ഇന്ന സ്ഥലത്ത് ഇങ്ങനെ വിഗ്രഹം കിടപ്പുണ്ടെന്നും ആ വിഗ്രഹമാണ് ഇവിടെ പ്രതിഷ്ഠിക്കേണ്ടത്, സാധാരണ പ്രദേശത്തായിട്ട് പ്രതിഷ്ഠിച്ചാൽ മതിയെന്ന് ഒരു അരളിപ്പാട് അനുസരിച്ചാണ് ജനങ്ങൾ പോയപ്പോൾ കൃത്യമായ സ്ഥലത്ത് അതിന് അടയാളം ഉണ്ടായിരുന്നു. അവിടുത്തെ വിഗ്രഹം കിട്ടി അതിന്റെ ഘോഷയാത്രയായിട്ട് അതിനുവേണ്ടി വള്ളംകളിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. കൊണ്ടുവന്ന് ഇവിടെ വന്ന് പ്രതിഷ്ഠിക്കുന്ന സമയത്ത് ഒരു അദൃശ്യനായിട്ടുള്ള ഒരു യോഗിയാവുന്നതെന്നാണ് ഒരു കാര്യം ഒന്ന് പറഞ്ഞോട്ടെ. അങ്ങ് മറ്റേ എന്താണെന്നറിയോ, ഈ ക്ഷേത്രത്തിന്റെ ഏകദേശം ഒരു ചരിത്രം അങ്ങോട്ട് കിട്ടി. അപ്പൊ അത് വിട്ട് ചിന്തിക്കേണ്ട എന്നുള്ള ഒരു അർത്ഥത്തിലാണോ? കാരണം അതിൽ ഒരു കുറെ വിഷയങ്ങൾ കാണുന്നുണ്ടേ. കാര്യം ഒരു മിനിറ്റ്, ശൈവവും വൈഷ്ണവും മറ്റേ ശിവനായിട്ടും വിഷ്ണുവായിട്ടും സുബ്രഹ്മണ്യനായിട്ടും അകത്ത് പൂജയൊന്നുമില്ല. അകത്ത് ഒരാൾക്കല്ലേ പൂജയുള്ളൂ. അവിടെയാണ്. അല്ല, ഇപ്പൊ ഈ പറഞ്ഞ അങ്ങ് പറഞ്ഞ പ്രകാരമാണ് ഈ പറഞ്ഞ ചിങ്ങത്തിലെ പിന്നെ തിരുവോണത്തിലും ഈ പറഞ്ഞതായ അതായത് 3 കാലങ്ങളിലെ ഉത്സവവും 3 സ്ഥലങ്ങളിലായിട്ടുള്ള വിഷയങ്ങളിലല്ലേ വരുക. ഇത് ഒരു ബിംബത്തിലെത്തിയ കാരണം സാധാരണ തമിഴ്ക്കാരാണ് മുരുകൻ എന്ന് പറയാം. യുഗാരസ്തു മുകുന്ദ, യുഗാരസ്തു മഹേശ്വര, കകാരൻ വെച്ചത് ബ്രഹ്മ മുരുകപ്പരികൃത. അതിന്റെ കൂടെ ബ്രഹ്മാവിഷ്ണു മഹേശ്വര ത്രിശക്തികളും സാക്ഷാൽ പരാശക്തിയും കൂടുന്ന ഒരു ചൈതന്യമാണ് സുബ്രഹ്മണ്യൻ. അത് നൈസർഗികമായിട്ടുള്ളതാണ്. പക്ഷേ ഇവിടെ സംബന്ധിച്ചിടത്തോളം ഈ തുളാത്മകമായിരിക്കുന്ന അവസ്ഥ വരുമ്പോൾ ഈ 3 സ്ഥലങ്ങളിലും സമാനമായിരിക്കുന്ന സ്വഭാവത്തിലുള്ള ആചാര അനുഷ്ഠാനങ്ങൾ നിലനിൽക്കുന്ന ഒരു സങ്കേതമായിരിക്കും. അതൊരു ബിംബത്തിലേക്ക് ആരോപിക്കേണ്ടതല്ല. ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമിയുടെ പൂർണ്ണമായ സ്വരൂപത്തിൽ ആ ചൈതന്യത്തിൽ മനുഷ്യർക്ക് ആരാധിക്കാൻ പറ്റില്ല. അതാണ് അത് തന്നെയാണ് അത് ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമിയുടെ ചൈതന്യ വിശേഷം. അതെ. അതിനു വേണ്ടിയിട്ട് ഈ 3 പ്രധാനപ്പെട്ട 3 ചൈതന്യങ്ങളും കൂടിയിരിക്കുന്നു എന്ന് നമ്മൾ സങ്കല്പിച്ച് ഭഗവാനെ അങ്ങോട്ട് ആരാധിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ. അതിന്റെ അപ്പുറത്തേക്ക് സുബ്രഹ്മണ്യ സ്വാമിയുടെ ശരിക്കുള്ള ചൈതന്യത്തിലേക്ക് വന്ന് ആരാധിക്കാൻ മനുഷ്യർക്ക് സാധ്യമല്ല. ആദ്യത്തെ കൈയിന്റെ പ്രത്യേകതയാണ്. പരശുരാമന്റെ ആരാധനാമൂർത്തി 1,
രണ്ട് ദേവന്റെ സ്വഭാവം അതെ 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 ഇത് തന്നെയാണ് കാരണം. തീർച്ചയായും. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞ ഈ സ്വഭാവങ്ങളൊക്കെ ദേവനിലേക്ക് വരുന്നത്. പിന്നെ ഞാൻ ഉൾപ്പെടുന്ന ഈ ദൈവജ്ഞന്മാർക്ക് കുറച്ച് ആവേശം കൂടി പോയിട്ട് ശനിക്ക് ബ്രഹ്മാവാണ് ശനി. ബ്രഹ്മാവ് പൂർണ്ണദൃഷ്ടി ആരുടത്തിലേക്ക്. അതാണ് അത്യാവേശം ദൈവജ്ഞ സാവധാനത്വേ. ദേവൻ പറഞ്ഞു തരും എല്ലാ കാര്യവും. ദേവൻ പറഞ്ഞു. സാക്ഷാൽ പരബ്രഹ്മത്തിന്റെ സ്വരൂപമാണ്. അതെ 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 അതെ. അതന്നെ, അതാണ് ആ ശനിക്ക് ബലത്തോട്. അതുകൊണ്ട് ആവേശവചനേക്കും പറയരുത്. സാവധാനം ചിന്തിച്ച് പറയാം. നിമിത്തം കാണുന്നിച്ച് പറയും. ക്ഷേത്രത്തിൽ കുലസാമൻ തന്നെയാണ്, യാതൊരു സംശയമില്ല. ഇതുവരെ ചർച്ച ചെയ്യുന്നത് ഉരുത്തിരിയുള്ള ഒരു കാര്യം അല്ലെങ്കിൽ ക്രോഡീകരിച്ചിട്ടുണ്ട്. അതെ. ഒന്ന് പ്രാചീന കാലത്ത് ശാസ്താവിന് കൂടിയിടണോ എന്നൊരു വിഷയം പറഞ്ഞിട്ടുണ്ട്. അതെ അതെ അതെ. അത് നോക്കാം. അല്ല, അദ്ദേഹം സമർത്ഥിച്ച കാര്യം, അദ്ദേഹം പറഞ്ഞ കാര്യം അങ്ങനെ ഒരു സങ്കല്പം ഉണ്ടായിരുന്നു. അത് നോക്കാം. ഇവിടെ സുബ്രഹ്മണ്യനേക്കാൾ പഴക്കം ശാസ്താവിനുണ്ടോ എന്നൊരു സംശയമാണെന്ന് പറഞ്ഞു വെച്ചത് ഒന്ന്. രണ്ടാമത് അദ്ദേഹം പറഞ്ഞ് അദ്ദേഹം അനുഭവമായിരിക്കാൻ തന്ത്രി കൂടിയാണല്ലോ. സുബ്രഹ്മണ്യ സ്വാമിക്ക് ഈ നമ്മൾ ചിന്തിച്ചത് വ്യാഴ പൂജന്മാരുടെ ഈ പരിവർത്തനം സംഭവിച്ചതുകൊണ്ട് സുബ്രഹ്മണ്യ സ്വാമി വന്നു ചേർന്നതാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. അപ്പൊ ഗോചരം ശരിയല്ലേ? ആണല്ലോ. അല്ല, അത് അദ്ദേഹം സമർത്ഥിച്ചല്ല. ആദ്യകാലത്ത് ശാസ്താവിന്റെ ബന്ധമായിരുന്നു, പിൽക്കാലത്ത്. അതെ അതെ അതെ. അത് മാത്രമല്ല, അത് ഇവിടുന്ന് ആദ്യം ഇവിടുത്തെ നക്ഷത്രം ഏതാണെന്ന് ചോദിച്ചപ്പോൾ തന്നെ വന്നിട്ടുണ്ട് ഭഗവാൻ ഇവിടുത്തെ ആളല്ല എന്നുള്ളത്. ശരി. കാരണം ഇടവ മാസത്തിലെ പിന്നെ അനിഴാന്ന് പറയുമ്പോൾ അനിഴം നാളിൽ ജനിക്കുന്ന ആൾക്കാർക്ക് പിന്നെ വിശപ്പ് കൂടുതലായിരിക്കും, ആഢ്യനായിരിക്കും, വിദേശവാസിയായിരിക്കും, വിശപ്പും ദാഹവും കൂടുതൽ ആളാവും പറഞ്ഞിട്ടുണ്ട്. അതെ, ആയിക്കോട്ടെ, അതെന്തായാലും അതായിക്കോട്ടെ. അതെ, ഇത് വെച്ച് കണക്കാക്കുന്ന. അപ്പൊ അങ്ങനെ ആവുമ്പോൾ ഈ ഭഗവാൻ എന്തുണ്ട്, നല്ല വിശപ്പും ദാഹവും ഉണ്ടെന്ന് അത് ആദ്യം നിങ്ങൾ പരിഹരിക്കണം. നാട്ടുകാരും കമ്മിറ്റിക്കാരും ഭരണകർത്താക്കളും എല്ലാവരും കൂടി പരിഹരിക്കേണ്ടതാണ്. ഭഗവാന് എന്തുണ്ട്, ഞാൻ ദൂരെ നിന്ന് വന്നതാണ്, ഒന്നും കഴിക്കാണ്ട് വന്നതാണ്, എനിക്ക് എൻ്റെ കൂടെയുള്ള ആൾക്കാർക്ക് ആഹാരം തരണം അദ്ദേഹത്തിന് പറയേണ്ടി വന്നു. അഥവാ ദേവൻ പറയിപ്പിച്ചു. നിങ്ങളാരും കുറ്റമല്ലത്, ഇവിടെ അത് പറയിപ്പിച്ചു, ദേവൻ പറയിപ്പിച്ചു. എന്താ അവിടെ നിന്ന് അങ്ങനെയല്ലേ? സ്നാന ഭോജന നിദ്രാദി നിജകർമ്മസോ ആത്മനോനുഭവ, കുളി, ഉറക്കം, ഊണ് തുടങ്ങിയ വിഷയങ്ങളിൽ എന്താണോ പ്രധാന ദൈവത്തിനുണ്ടായ അനുഭവം, അതിന് സമാനമായ വിഷയമാണ് അകത്തിരിക്കുന്ന ഭഗവാന് പറയേണ്ടത് എന്നാണ് വ്യക്തമായിട്ട് എഴുതി വെച്ചത്. അപ്പൊ അതുകൊണ്ട് അത് അന്വേഷിച്ചു നന്നായിട്ട്. ഞാൻ നമുക്ക് നിങ്ങൾ പറഞ്ഞില്ലേ, പിന്നെ സദസ്സിനോട് കാര്യം പറഞ്ഞാൽ ഞങ്ങൾ ചിലപ്പോൾ തർക്കിക്കുകയോ ചെയ്യട്ടോ. നിങ്ങൾ വിഷയാക്കരുത്. ഈ പ്രശ്നം അതിന്റെ ഏറ്റവും ഫലസമാപ്തിയിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ശരിയായ ചർച്ച വേണം. ഞങ്ങൾ 4-5 ആൾക്കാർ 4 സ്വഭാവമുള്ള ആൾക്കാർ പറയുന്ന ശൈലിക്ക് കുറച്ച് വ്യത്യാസം ഉണ്ടാവാം. പക്ഷെ നിങ്ങളുടെ ഗുണത്തിനാണെന്ന് മാത്രം മനസ്സിലാക്കുന്നുണ്ട്. ദയവ് ചെയ്ത് സദസ്സിനോട് പറയാതെ കാര്യമാണ്. ചില ആൾക്കാരുടെ മുഖത്ത് ഇങ്ങനെ ഒരു വല്ലായ്മ തോന്നി. അതുകൊണ്ടാണ് ചോദ്യത്തിന് മാത്രമേ ഉത്തരം ഉണ്ടാവുള്ളൂ. സംസാരമില്ല. അങ്ങനെ അതാണോ അദ്ദേഹം പറഞ്ഞത്? ഇതില് നമുക്ക് സംശയം. അതല്ല എനിക്ക് സംശയമാണ്. ഇത് മനസ്സിലാക്കണേ. ഇപ്പോൾ ചോദ്യം ഞാൻ ചോദിച്ചു കൊടുക്കാം. നാളേക്ക് മാറ്റേണ്ടതാണെങ്കിൽ ഇവിടെ എത്രയാ ഇപ്പോഴത്തെ പടുതി ഒരു ദിവസം ഭഗവാൻ കൊടുക്കുന്നു? ഭഗവാന് എത്ര അരി എടുക്കുന്നു? അതെ അതെ. അതിനകത്ത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അല്ലല്ല, ദേവസ്വം ബോർഡിന് ചെയ്യാൻ പറ്റില്ല എന്നല്ലേ ഉള്ളൂ, നമുക്ക് ചെയ്യാലോ. ഇത് ആർക്ക് വേണ്ടിയിട്ടാ? ഭക്തജനങ്ങളുടെ വേണ്ടിയിട്ടാണ്. തീർച്ചയായിട്ടും. അപ്പോൾ ആ പടിത്തരം ദേവസ്വം ബോർഡിൽ നിന്ന് കിട്ടിയില്ലെങ്കിൽ അത് ഉണ്ടാക്കി കൊടുക്കാനുള്ള ബാധ്യത നാട്ടുകാർക്കില്ലേ? അതെ അതെ. നിവേദ്യഹീനെ ദുർഭിക്ഷം. എന്താണ് നിവേദ്യഹീനെ? ദുർഭിക്ഷം. ദുർഭിക്ഷം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വറുതി എന്ന് പറഞ്ഞാൽ പട്ടിണിയാണത്. ഇതിൽ ചെറിയൊരു സംശയം കൂടി പറഞ്ഞ് നമുക്ക് ഉച്ചയ്ക്ക് പിരിയാ തോന്നുന്നു. ഇവിടെ ശൈവ വൈഷ്ണവ സുബ്രഹ്മണ്യ തത്വത്തെ കുറിച്ച് പറഞ്ഞു. അങ്ങനെ ഉണ്ടെന്ന് പറയണ്ടായി.
സംശയം കേട്ടോ, ഇത് ഒരേ ഉപാധിയിൽ ആരോപിക്കപ്പെടേണ്ടതാണോ അതോ വൈവിധ്യമുള്ള ഉപാധികളിലാണോ ഈ ചൈതന്യ വിശേഷം ഉണ്ടാകുക? അതാണ് സംശയം. അത് നമ്മൾ ചർച്ച ചെയ്യണം. അതാണ് ഞാൻ തന്ത്രി തിരുമേനിയോട് ചോദിച്ചത്. അല്ല, അപ്പൊ അത് തന്ത്രി തിരുമേനി അസംയുക്തമായിട്ട് പറഞ്ഞു ഇവിടെ ആരാധന സുബ്രഹ്മണ്യന് മാത്രമാണെന്ന് പറഞ്ഞു. അതാണ് പറയുന്നത്. ഇപ്പൊ എന്തായാലും ഇപ്പൊ ദേവന്റെ സ്വഭാവം തീരുമാനം കിട്ടിയത് സാമാന്യനുള്ള സുബ്രഹ്മണ്യന്റെ രണ്ട് കൈയായിട്ട് ആരാധിക്കപ്പെടുന്ന സുബ്രഹ്മണ്യനല്ല. അതെ 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 നാല് കൈയായിട്ടുള്ള സുബ്രഹ്മണ്യനാണ്. അതെ അതെ. അതിൽ തന്നെ ദേവസേനാപതിയായിട്ട് അഭിഷേകം ചെയ്ത് യുദ്ധത്തിന് പുറപ്പെടുന്നതിന് തൊട്ട് മുമ്പ് സാക്ഷാൽ പരബ്രഹ്മ സ്വരൂപമായിട്ട് നിൽക്കുന്ന അങ്ങനെ തന്നെ പരമയോഗ്യനായിട്ടുള്ള മഹാപ്രഭുവാണ്. സംശയിക്കണ്ട. അല്ല, മഹാമഹാപ്രഭു ശക്തി വന്നിരിക്കുന്നത് ചെറിയൊരു പ്രമാണം ചെല്ലിക്കോട്ടെ. ആയുധം മാറ്റി പിടിച്ചിട്ടുള്ള ദേവനാണെന്ന് കൂടി മനസ്സിലാക്കി. അതെ അതെ. അതെ അതെ ഈ പറഞ്ഞതായിരിക്കുന്ന ന്യായത്തെ ഇതുകൊണ്ട് തീരുമാനിച്ചുകൂടെ? അതെ അങ്ങനത്തെ അതിനൊരു ചർച്ച വേണ്ട, ഇല്ല ഉറപ്പിക്കുമല്ലേ? ശോണീപാലം കീർത്തിമന്ദം വിധത്തിയാൽ സുസ്ഥസ്യാച്യേക്കും പുനഃ പാർത്ഥിവേന്ദ്ര. അയാള് മഹാരാജാവ്. അപ്പൊ ഇവിടെ ഈ ഭഗവാൻ ശരിക്കും പറഞ്ഞാൽ ഒരു പെരുമാൾ ആകുന്നു. ആരാണ് പെരുമാൾ? സാമാന്യഗതിക്ക് അങ്ങ് ഉപയോഗിച്ച ആ വാക്കാണ് ഇവിടുത്തെ ദേവനെ സൂചിപ്പിക്കാൻ ഏറ്റവും നല്ലത്. പെരുമാൾ. പെരുമാൾ പറഞ്ഞാൽ നമുക്കിവിടെ രാജഭരണം വരുന്നതിന് മുമ്പ് ആ സംഘകാല ചരിത്രത്തിൽ കഴിഞ്ഞ് തൊട്ട് വരുന്ന ആദ്യത്തെ ആ ഭരണമാണ്. അതല്ലേ ശരിക്കും ആ ഒരു ആശ്രയഫലം കറക്റ്റ് ആയിട്ട് വന്നു. വരണമല്ലോ. ഏകരൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അതായത് ഒന്നും അല്ല, ഒരാളല്ല ശത്രുക്കൾ, പല ശത്രുക്കളും. അച്ചപ്പണിപ്പട വന്നാലും ഭയക്കാത്ത മനുഷ്യ ദേവനല്ലേ? നരേന്ദ്ര സജീവ. നരേന്ദ്ര ശത്രുക്കളുണ്ട്. അതല്ലേ നരേന്ദ്ര സജീവ എന്ന് പറയുമ്പോഴല്ലേ രാജാന്റെ ഒരു രാജ പ്രൗഢിയോടുകൂടി നിൽക്കുന്ന ആ ദേവനാണ്. പിന്നെ ഒരു ദേവന്റെ ശബ്ദം കൊണ്ട് ഈ ദേവന്റെ പേരും പ്രശസ്തിയും വിദൂരതയിലേക്ക് ഇങ്ങനെ കിടക്കുകയാണ്. ഒരു ദേവന്റെ പൂജ പൂർത്തിയാകാൻ ഒരുപാട് ആവരണ പൂജകൾ വരില്ല അവിടുന്ന്. ആ ആവരണ പൂജയിൽ വരുന്ന വേറെ ആയിരിക്കും. അതാണ് ശ്രീ ഉദാഹരണത്തിന് ശ്രീ ഭദ്രകാളിയമ്മയെ തന്നെ എടുക്കാം. അവരെ പൂജിക്കുന്നതോടുകൂടി ബ്രഹ്മാവിഷ്ണു മഹേന്ദ്രന്മാരായിരിക്കുന്ന പീഠത്തിന് മുകളിലായിരിക്കുന്നത്. എന്നിട്ടാണ് അതിന്ന് അപ്പോൾ എല്ലാവരും കൂടിയാണ് പൂജിക്കുന്നത്. ആവരണ പൂജ അങ്ങനെയല്ലേ ചെയ്യുന്നത്? മൂലപ്രകൃതി മാതാവിനെ മൂലദുർഗാ ഭഗവതി പൂജിക്കുമ്പോൾ എല്ലാം ഒന്നും ബാക്കിയില്ല. യാതൊന്നും ബാക്കിയില്ല. നവഗ്രേശന്മാർ എല്ലാം ബിംബാണ് ഇങ്ങനെ പോണ്ടേ. എല്ലാവരും പൂജിക്കും. അപ്പോൾ ഒരു കാര്യം ചെയ്യാം. തൽക്കാലം ദേവന്റെ സ്വഭാവം മനസ്സിലാക്കി, ദേവൻ ആരാണെന്ന് മനസ്സിലാക്കി നമുക്ക് ഷോർട്ട് ബ്രേക്ക്. അതെ, ഒന്ന് ഭക്ഷണത്തിന് വരിക. എത്ര മണിയായി? 2:30 തുടങ്ങാമായിരിക്കാം. 1:40 അപ്പോൾ 2:45 പോരെ? അതോ 3 മണിയുണ്ടോ? തീരുമാനിക്കില്ലേ? 2:30. നമ്മളിങ്ങനെ സമയം വളരെ പ്ലാൻ ചെയ്ത് ദേവൻ ഇനി അതിലേക്ക് പോകണ്ടല്ലോ. അത് വലിയൊരു കാര്യമാണ്. ദേവൻ അദ്ദേഹം എന്നെ പറഞ്ഞത്. ഇനി അതിന് പുറകെ പോകണം. അത് ചോദ്യമില്ലോ. അതുകൊണ്ട് ചോദിക്കോ